രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും രമ അതേ ജോലി 8 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീരാൻ എത്ര ദിവസം വേണം? രാമു 6 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമുവിന് മക്കളെ 6 ദിവസം വേണം ജോലി തീർക്കാൻ. അതുപോലെ രമയ്ക്ക് എത്ര ദിവസം വേണം ജോലി തീർക്കാൻ? രമയ്ക്ക് 8 ദിവസം വേണം ജോലി തീർക്കാൻ. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീരാൻ വേണ്ട സമയം അല്ലേ? സോ രാമുവും രമയും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീരാൻ വേണ്ട സമയം എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, ഇങ്ങനെ വന്നാൽ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ എയും ബിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 8, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 8 14 എന്ന് വരും. വെട്ടിച്ചെറുതാക്കുമ്പം ഇത് 4 തവണ മക്കളെ, ഇത് 7 തവണ, 6 4 24 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 24/7 എന്ന് പറഞ്ഞാൽ 3 തവണയുണ്ട് 24-ൽ 7, ബാക്കി ശിഷ്ടം 3 ഉണ്ട്, ബൈ 7 ഉണ്ട്. ആൻസർ 3/7 ഡേയ്സ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ എയും ബിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ് ആണ് കേട്ടോ. ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇനി നമ്മൾ എൽ സിയും അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡിലും ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ കണക്ക് സിമ്പിൾ കണക്കായതുകൊണ്ട് ഇക്വേഷൻ വെച്ചങ്ങ് സോൾവ് ചെയ്യാം. സോ 6 ഇൻറ്റു 8 ബൈ 6 + 8 14, വെട്ടിച്ചെറുതാക്കുമ്പോൾ 24/7 ദിവസം എന്ന് വരും. ഓപ്ഷൻ മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത്. 24/7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/7 ദിവസമാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, സോ രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. ശരി, രമ ജോലി തീർക്കുന്നത് 12 ദിവസം കൊണ്ടാണ് മക്കളെ. രമ 12 ദിവസങ്ങൾ. രമണി എത്ര ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്? രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാജുവും രമയും രമണിയും കൂടി ഈ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, ഇനി രാജുവും രമയും രമണിയും കൂടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ജോലി 8 ദിവസം കൊണ്ട് തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രാജുവിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? അപ്പം രമ തന്നെ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. രമണി തന്നെ 18 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. രാജുവും രമയും രമണിയും ചേർന്ന് ഇതേ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രാജുവിന് തനിയെ ഈ മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ എൽ സി എം മെത്തേഡ് ചെയ്യാം. ഈ 3 സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിക്കണം. ആണോ? ഈ 3 സംഖ്യകളുടെ എൽ സി എം 36 കിട്ടും. അപ്പോൾ അത് ആകെ ജോലിയായിട്ട് എടുക്കണം. ആകെ ജോലി 36. ഇനി രമയുടെ എഫിഷ്യൻസി കാണാൻ 36/12 ചെയ്യണം, 3 കിട്ടും. രമണിയുടെ എഫിഷ്യൻസി കാണാൻ 36/18 ചെയ്യണം, 2 കിട്ടും. ഇനി 3 പേരുടെയും കൂടെ, രാജുവിൻ്റെയും രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ 36/4 ചെയ്യണം, 9 കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി, രാജുവിൻ്റെയും രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി 9 ആണ്. എന്നാൽ രമയുടെയും രമണിയുടെയും മാത്രം എഫിഷ്യൻസി 5 ആണ്. അതിൽ നിന്ന് നമുക്ക് രാജുവിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. രാജുവിൻ്റെ എഫിഷ്യൻസി നമുക്ക് 4 എന്ന് കിട്ടും. രാജുവിൻ്റെ എഫിഷ്യൻസി 4. എങ്ങനെ കിട്ടി? 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാ? 9. രമയുടെയും രമണിയുടെയും മാത്രം എത്രയാ? 5. അപ്പോൾ ബാക്കിയുള്ള 4 ആയിരിക്കും ആരുടെ? രാജുവിൻ്റെ എഫിഷ്യൻസി. രാജുവിൻ്റെ എഫിഷ്യൻസി 4 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജു ഒരു ദിവസം കൊണ്ട് 4 ജോലി തീർക്കുന്ന എഫിഷ്യൻസിയുടെ അർത്ഥം അതാ.
രാജുവിൻ്റെ എഫിഷ്യൻസി 4 പറഞ്ഞാൽ പെർ ഡേ 4 ജോലി തീർക്കാൻ രാജുവിന് പറ്റുന്ന. അപ്പോൾ ആകെയുള്ള 36 ജോലി തന്നെ തീർക്കാൻ വേണ്ട സമയം രാജുവിന് 36/4, ആൻസർ 9 ദിവസം എന്ന് കിട്ടും. മക്കളെ, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രമ തന്നെ 12 ദിവസം കൊണ്ട് ജോലി തീർക്കും. രമണി തന്നെ 18 ദിവസം കൊണ്ട് ജോലി തീർക്കും. രാജുവും രമയും രമണിയും ചേർന്ന് 4 ദിവസം കൊണ്ട് ജോലി തീർക്കും. ഓക്കെ, ഈ 3 സംഖ്യകളുടെ LCM എടുത്ത് 36, അതാകെ ജോലി. രമയുടെ എഫിഷ്യൻസി 36/12 3. അതിൻ്റെ അർത്ഥം രമ ഒരു ദിവസം 3 ജോലി തീർക്കുന്നയാളാണെന്നാണ്. ഇനി രമണിയുടെ എഫിഷ്യൻസി 36/18 2. അതിൻ്റെ അർത്ഥം രമണി ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാണെന്നാണ്. രാജുവിൻ്റെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി 36/4 9 കിട്ടും. അതിൻ്റെ അർത്ഥം 3 പേരും ചേർന്ന ഒരു ദിവസം കൊണ്ട് 9 ജോലി തീരുന്നതാണ്. രാജുവിൻ്റെ എഫിഷ്യൻസി കാണാൻ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 9. അതിൽ രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി കുറച്ചാൽ ബാക്കിയുള്ളതാണ് രാജുവിൻ്റെ എഫിഷ്യൻസി 4 കിട്ടും. അതിൻ്റെ അർത്ഥം രാജു ഒരു ദിവസം 4 ജോലി തീർക്കാൻ കഴിവുള്ളയാളാണ്. 36 ജോലി രാജുവിന് തന്നെ തീർക്കാൻ വേണ്ട സമയം 36/4 9 ദിവസം കിട്ടും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് ഒരു ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. ശരി, ഇനി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് ഇതേ ജോലി 3 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ ഒരു പുരുഷൻ തന്നെ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഇത് ആൻഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്താണ് ആൻഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ട് കാണും. അതായത് 2 വലിയ ഇക്വേഷൻസ് തരും. ഇത് ഒന്നാമതൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഇക്വേഷൻ പോലെ, ഇത് രണ്ടാമതൊരു ഇക്വേഷൻ പോലെ. ഇങ്ങനെ 2 വലിയ ഇക്വേഷൻസ് പോലെ തന്നിട്ട്, റിലേഷൻ തന്നിട്ട്, 2 വലിയ റിലേഷൻ തന്നിട്ട് മൂന്നാമത് ഒരെണ്ണം ചോദിക്കും നിങ്ങളോട്. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ആൻഡ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക മക്കളെ. ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തുല്യം എത്ര പുരുഷൻ എന്ന റിലേഷൻ ഇവിടെ കണ്ടുപിടിക്കണം ആദ്യം. അതിന് പല മാർഗങ്ങളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മാർഗം, ഉത്തരം കാണാനുള്ള മാർഗം ഇങ്ങനെയാണ്. ആദ്യം ഇതും കൂടെ ഗുണിക്കണം. അപ്പം 8W എന്ന് കിട്ടും. മൈനസ് ചിഹ്നം വരണം. പിന്നെ ഇതും കൂടെ ഗുണിക്കണം. അപ്പം 9W എന്ന് കിട്ടും. ഇത്രയും ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു, ഇനി നമുക്ക് കളർ മാറ്റാം. യെസ്, ഇതും കൂടെ ഗുണിക്കണം. അപ്പം 20M എന്ന് കിട്ടും. മൈനസ് ഇടണം. പിന്നെ ഇതും കൂടെ ഗുണിക്കണം. അപ്പോൾ 18M എന്ന് കിട്ടും. യെസ്, ഇനി ചിഹ്നം ഒന്നും നോക്കണ്ട. ഇത് 1W ഈക്വൽ ടു 2M എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ എന്ന റിലേഷനിലേക്ക് എത്തും. കണ്ടോ? അപ്പോൾ ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് അങ്ങ് പഠിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ ഈ റിലേഷൻ കിട്ടും. ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ എന്ന റിലേഷൻ കിട്ടി. ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ആദ്യം ഇതും കൂടെ ഗുണിക്കണം. മൈനസ് ഇതും കൂടെ ഗുണിക്കണം. ഈക്വൽ ടു ഇതും കൂടെ ഗുണിക്കണം. മൈനസ് ഇതും കൂടെ ഗുണിക്കണം. എല്ലാ കണക്കുകൾക്കും ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിച്ചാലും മതി. അപ്പോൾ ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ എന്ന റിലേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ചിലർ ചെയ്യുന്നത്, ഇത്രേ ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ 2W + 5M, 4 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി × 4 ആണ്. ഇതേ ജോലിയാണ് ആരൊക്കെ? 3W + 6M എത്ര ദിവസം കൊണ്ട് തീർക്കുന്നേ? 3 ദിവസം കൊണ്ട് തീർക്കുന്നേ. ഇങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് എത്ര പുരുഷന് തുല്യം എത്ര സ്ത്രീ, അല്ലെങ്കിൽ എത്ര സ്ത്രീക്ക് തുല്യം എത്ര പുരുഷൻ എന്ന റിലേഷൻ കണ്ടുപിടിക്കും. ഇതാണ് ഇതിന് പ്രോപ്പർ മെത്തേഡ്. നമ്മൾ സമയം ലാഭിക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഒരു പുരുഷന് തുല്യം 2 സ്ത്രീ എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഒരു പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് ഞാൻ പുരുഷനിലേക്ക് മാറ്റാൻ പോവാം. ഓക്കെ, 2 സ്ത്രീ + 5 പുരുഷൻ 4 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ മക്കളെ. 2 സ്ത്രീക്ക് തുല്യം 4 പുരുഷനല്ലേ കണക്ക് പ്രകാരം.
ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ വേണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 സ്ത്രീക്ക് പകരം 4 പുരുഷൻ വേണം. പ്ലസ് ബാക്കി എത്ര പുരുഷനുണ്ട്? 5 പുരുഷൻ ഈക്വൽ ടു 4 ഡേയ്സ് എന്ന് കിട്ടി. കണ്ടോ? അപ്പം 9 പുരുഷന് ജോലി തീർക്കാൻ 4 ദിവസം വേണം എന്ന റിലേഷൻ കിട്ടി. 9 പുരുഷന് ജോലി തീർക്കാൻ 4 ദിവസം വേണമെങ്കിൽ ഒരു പുരുഷന് എത്ര ദിവസം വേണം എന്നല്ലേ ചോദ്യം. 9 പുരുഷന് 4 ദിവസം വേണമെങ്കിൽ ഒരു പുരുഷന് എത്ര ദിവസം വേണം എന്നറിയാൻ 9 × 4 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ പോരെ. 36 ദിവസം വേണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്നത്? ഓർത്തോണം, 36 ദിവസം. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാവേ, ഞാൻ ശ്രദ്ധിച്ചോണേ. ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ എന്ന് കിട്ടി. ആ റിലേഷൻ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ എഫിഷ്യൻസി എടുത്ത് ചെയ്യാം. ഞാൻ ചെയ്ത മെത്തേഡ് ഒരു പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് പുരുഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. എനിക്കറിയാം 2 സ്ത്രീക്ക് പകരം എനിക്ക് 4 പുരുഷനെ ജോലിക്ക് വെക്കാം. കാരണം ഒരു സ്ത്രീ ചെയ്യുന്ന ജോലി ചെയ്യാൻ 2 പുരുഷൻ വേണം. അപ്പോൾ 2 സ്ത്രീ ചെയ്യുന്ന ജോലി ചെയ്യാൻ 4 പുരുഷൻ വേണം. അപ്പോൾ 2 സ്ത്രീക്ക് പകരം 4 പുരുഷൻ, ബാക്കി 5 പുരുഷൻ. അപ്പോൾ ഇതാകെ 9 പുരുഷന് തുല്യമല്ലേ? ഇതാകെ 9 പുരുഷന് തുല്യമാണ്. 9 പുരുഷന് 4 ദിവസം വേണം ജോലി തീർക്കാൻ. അപ്പോൾ ഒരു പുരുഷന് എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ 9 × 4 36 ദിവസം വേണ്ടി വരികയല്ലേ. 9 പേർക്ക് 4 ദിവസം വേണമെങ്കിൽ ഒരാളെ ഉള്ളെങ്കിൽ 9 ഇരട്ടി ദിവസം വേണ്ടി വരും. സോ 9 × 4 36 ദിവസം. ആൻസർ 36. ഇനി എഫിഷ്യൻസി കണ്ടുപിടിച്ചൊക്കെ ചെയ്യാവേ, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. ഓക്കെ, അപ്പം രാജുവിന് എത്ര ദിവസം വേണം? രാജുവിന് 20 ദിവസം വേണം ഒരു ജോലി പൂർത്തിയാക്കാൻ. ഇത് നമ്മുടെ റാണി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇത് റാണി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. യെസ്. എന്നാൽ ഇത് സാഹിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? സാഹിൽ ഇത് പൂർത്തിയാക്കുന്നത് 12 ദിവസം കൊണ്ടാണ്. അപ്പോൾ രാജു 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നത്, റാണി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും, സാഹിൽ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇവർ മൂവരും 2 ദിവസം ഈ ജോലി ചെയ്തതിന് ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം വേണ്ടി വരും ജോലി തീർക്കാനെന്ന്? അപ്പോൾ ആകെ ജോലി കണ്ടുപിടിക്കുക ആദ്യം. ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എത്രയാണ് മക്കളെ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യയിൽ LCM 60 ആണ്. ആകെ എത്ര ജോലിയുണ്ട്? ആകെ ടോട്ടൽ വർക്ക്, ആകെ ജോലി 60 ആണ്. രാജുവിൻ്റെ എഫിഷ്യൻസി കാണാൻ 60/20 ചെയ്യണം 3. റാണിയുടെ എഫിഷ്യൻസി കാണാൻ 60/15 ചെയ്യണം 4. സാഹിലിൻ്റെ എഫിഷ്യൻസി കാണാൻ 60/12 ചെയ്യണം 5. അപ്പോൾ എനിക്ക് മനസ്സിലായി, രാജുവിൻ്റെയും റാണിയുടെയും സാഹിലിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 3 + 4 + 5 ആണ്. അതായത് 12 ആണ്. അതിൻ്റെ അർത്ഥം 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 12 ജോലി തീരും എന്നാണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരുമിച്ച് 2 ദിവസം ജോലി ചെയ്തെന്ന്. ഇവർ ഒരുമിച്ച് 2 ദിവസം ജോലി ചെയ്താൽ 2 × 12, അതായത് 24 ജോലി ഇവർ ഒരുമിച്ച് ചെയ്ത് തീർത്തു കാണും. അങ്ങനെയാണെങ്കിൽ മക്കളെ ബാലൻസ് അവിടെ 36 ജോലിയുണ്ട്. 60 - 24 = 36 ജോലിയുണ്ട്. ബാലൻസ് അവിടെ 36 ജോലിയുണ്ട്. ഈ 36 ജോലി തീർക്കേണ്ട ആളിനി രാജു ആണ്. കാരണം രാജു മാത്രം ജോലി തുടരുന്നു എന്നാണ് പറഞ്ഞത്. രാജുവിൻ്റെ എഫിഷ്യൻസി 3, അതായത് രാജുവിന് ഒരു ദിവസം 3 ജോലി തീർക്കാൻ പറ്റും. അപ്പം 36 ജോലി തീർക്കാൻ രാജുവിന് വേണ്ട സമയം 36/3 = 12 ദിവസം എന്ന് കിട്ടും. 12 ദിവസം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബാലൻസ് ഉള്ള 36 ജോലി തീർക്കാൻ ഒരു ദിവസം 3 ജോലി ചെയ്യുന്ന രാജുവിന് 12 ദിവസം വേണം എന്ന് മനസ്സിലാക്കാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ടും അതേ ജോലി മറ്റൊരാൾ 15 ദിവസം കൊണ്ടും തീർക്കും എങ്കിൽ ഇവർ 2 പേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ചോദ്യം തന്നെ, അതേ പാറ്റേൺ അല്ലേ.
സോ ഒരാൾ ഒന്നാമൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 10 ദിവസം കൊണ്ട്. രണ്ടാമൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 15 ദിവസം കൊണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഇക്വേഷൻ. എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ് ആണോ? 10 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 15 25, 150/25 6 ദിവസം എന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. 6 ദിവസം. മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം എടുക്കും. അപ്പം ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം വേണം. ഓക്കെ. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഒരു ബേസിക് ലെവൽ ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ നോട്ട് ഇങ്ങനെ പഠിക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും എന്നാൽ എ ഒറ്റയ്ക്ക് അതേ ജോലി വൈ ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ഇത് എഫിഷ്യൻസിയുടെ ലോജിക്കലും ചെയ്യാം. തൽക്കാലം ഇത് ബേസിക് ലെവൽ ഒത്തിരി തവണ ഇങ്ങനെ ചോദിക്കുന്നതായതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തമ്മിൽ ഗുണിക്കുക, ഡിവൈഡ് ബൈ തമ്മിൽ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. യെസ്. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 45 എക്സിൻ്റെ വില. വൈയുടെ വില ഇവിടെ 70. അതിൻ്റെ ഡിഫറൻസ് വേണം താഴെ എഴുതാൻ. ശരിയല്ലേ? ഓക്കെ. ഡിഫറൻസ് 25. എക്സും വൈയും 45ഉം 70 നമ്മൾ ഡിഫറൻസ് 25. വെട്ടി ചെറുതാക്കാം. ഇത് 5 തവണ 5 വെച്ച് വെട്ടുമ്പം ഇത് 9 തവണ. ശരിയല്ലേ? ഇനി ഈ 5ഉം 70ഉം കൂടെ വെച്ച് വെട്ടുമ്പോൾ 14 തവണ. ശരിയാണോ? സോ നമ്മുടെ ഉത്തരം 9 ഇൻറ്റു 14 126 എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് മനസ്സിലായല്ലോ? ഒന്നുമില്ല, സിമ്പിളാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എക്സ് ജോലിക്കാർ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 16 ദിവസം വേണം. എക്സ് ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണം. എങ്കിൽ 2x ആൾക്കാർക്ക് അതിൻ്റെ പകുതി ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന്. എക്സ് ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണമെങ്കിൽ 2x ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. എക്സ് ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണമെങ്കിൽ 2x ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെ വന്നാൽ നേരെ നേരെ ഗുണിക്കണം അല്ലേ? n1 d1 ഈക്വൽ ടു n2 d2 അല്ലേ? എക്സ് ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 2x ആണ് അല്ലേ? അതിൽ എക്സും എക്സും വെട്ടിപ്പോകും, ഈക്വൽ ടു 8 days എന്ന് കിട്ടും അല്ലേ? അപ്പം 2x ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ 8 ദിവസം വേണം. ചോദ്യം അതിൻ്റെ പകുതി ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന്. അപ്പം 4 ദിവസം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ? എക്സ് ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ 2x ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 16/2x വെട്ടിക്കളയുമ്പോൾ 8 ദിവസം എന്ന് കിട്ടും. അതേ ജോലി തീർക്കാൻ 8 ദിവസമാണെങ്കിൽ അതിൻ്റെ പകുതി ജോലി തീർക്കാൻ 4 ദിവസം. ശരി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ഗോപു അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. ഗോപു അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രാജുവും ഗോപുവും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 50. 600/50 12 എന്ന് കിട്ടും മക്കളെ. ആൻസർ 12 ദിവസം എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.
എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും, എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. എസ് ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ എയും ബിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം തൊട്ടു മുമ്പ് ചെയ്ത അതേ പാറ്റേൺ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. ഒരുമിച്ച് ജോലി തീർക്കാൻ മക്കളെ 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 50 അല്ലേ. സോ 600 ബൈ 50 എന്ന് വരും അല്ലേ. ആൻസർ 12 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ആൻസർ 12. സെയിം ടൈപ്പ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും സിയും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്ക് മാത്രമായി ഈ ജോലി തീർക്കാൻ 20 ദിവസം വേണമെന്നും ബിക്ക് മാത്രമായി ഈ ജോലി തീർക്കാൻ 24 ദിവസം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സിക്ക് മാത്രമായി എത്ര വേണമെന്നാണ് ചോദ്യം. ഇവിടെ ദിവസക്കണക്കല്ല, ഇവിടെ മണിക്കൂർ കണക്കാണ്. എ ബി സി ഒരുമിച്ച് 8 മണിക്കൂർ കൊണ്ട് തീർക്കും, എ തന്നെ 20 മണിക്കൂർ കൊണ്ട്, ബി തന്നെ 24 മണിക്കൂർ കൊണ്ട്, സി തന്നെ ജോലി തീർക്കാൻ എത്ര മണിക്കൂർ. ആദ്യം ഈ മൂന്നിൻ്റെ LCM എടുക്കണം. അതാണ് ടോട്ടൽ വർക്ക്, ആകെ ജോലി 120 കിട്ടും മക്കളെ. ഇതാണ് ടോട്ടൽ വർക്ക്, ആകെ ജോലി. ഇനി എഫിഷ്യൻസി കാണണം. 120 ബൈ 8 15 കിട്ടും, 120 ബൈ 20 6 കിട്ടും, 120 ബൈ 24 5 കിട്ടും അല്ലേ. എനിക്ക് 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15 കിട്ടി. എന്നാൽ എയുടെയും ബിയുടെയും മാത്രം എഫിഷ്യൻസി 11. അപ്പോൾ അതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സിയുടെ എഫിഷ്യൻസി 4 മനസ്സിലാവും. അതായത് എങ്ങനെയാണ്? 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15, എയുടെയും ബിയുടെയും മാത്രം 11. അപ്പോൾ ബാക്കിയുള്ള 4 സിയുടെ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി 4 പറഞ്ഞാൽ 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്ന, ഇവിടെ മണിക്കൂർ കണക്ക്, അതുകൊണ്ട് 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്നു. അപ്പോൾ ആകെയുള്ള 120 ജോലി തീർക്കാൻ സിക്ക് വേണ്ട സമയം 120 ഡിവൈഡഡ് ബൈ 4. ആൻസർ 30 ദിവസം എന്ന് കിട്ടും. 30 മണിക്കൂർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും ചേർന്ന് 8 മണിക്കൂർ കൊണ്ട് ജോലി തീർക്കും. എ തന്നെ 20 മണിക്കൂർ, ബി തന്നെ 24 മണിക്കൂർ, സി തന്നെ എത്ര മണിക്കൂർ കൊണ്ട് ജോലി തീർക്കും എന്നാണ്. ആകെ ജോലി കണ്ടുപിടിച്ചു. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15, എയുടെയും ബിയുടെയും കൂടെ 11. അതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി 4 കിട്ടും. സി 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്നയാളാണ്. 120 ജോലി തീർക്കാൻ വേണ്ട സമയം 120 ബൈ 4, ആൻസർ 30 മണിക്കൂർ. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എയ്ക്ക് ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എയ്ക്ക് ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. ബിക്ക് എയേക്കാൾ 40% കഴിവ് കൂടുതലുണ്ട്. എങ്കിൽ ബി മാത്രമായി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ശരി, നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ചു. എ ഉണ്ട്, ബി ഉണ്ട്. ബിക്ക് 40% കഴിവ് കൂടുതലാണ് എയേക്കാൾ. അപ്പോൾ എയുടെ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 140 അർത്ഥം. ശരിയല്ലേ? എയുടെ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 140 അർത്ഥം. ബിക്ക് 40% കഴിവ് കൂടുതലാണ്. എ 14 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ചെയ്യാം. എയുടെ എഫിഷ്യൻസി 100, ബിയുടെ എഫിഷ്യൻസി 140. ഇത്രേ ഉള്ളൂ മക്കളെ സ്റ്റെപ്പ്. 100 എഫിഷ്യൻസി ഉള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 എഫിഷ്യൻസി ഉള്ളയാൾക്ക് എത്ര ദിവസം വേണം എന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്, പകരം നേരെ ചെയ്യണം. 100 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 140 ഉത്തരം. ആൻസർ 10 ദിവസം എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. ബിക്ക് 40% കഴിവ് കൂടുതലാണ്. അപ്പം എയുടെ കഴിവ് 100 ആണ്, ബിയുടെ കഴിവ് 140. 100 കഴിവുള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 കഴിവുള്ള ആൾക്ക് എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടേ, പകരം നേരെ ചെയ്യേണ്ടത്. നേരെ കിടക്കുന്ന ഗുണിക്കണം, താഴെ കിടക്കുന്ന ഹരിക്കണം. കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അങ്ങനെ വരുമ്പം ഉത്തരം കാണാൻ നേരെയാണ് ചെയ്യേണ്ടത്.
അതായത് എഫിഷ്യൻസി കൂടുമ്പം കണ്ടോ ദിവസങ്ങളുടെ എണ്ണം കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഉത്തരം കാണാൻ നേരെ നേരെ ചെയ്തു നോക്കണം. ആൻസർ 10 ദിവസം എന്ന് കിട്ടും. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരാൾക്ക് 100 ആണെങ്കിൽ അടുത്തയാൾക്ക് 140 എഫിഷ്യൻസി. കാരണം 40% കഴിവ് കൂടുതലാണ്. 100 140 എടുത്തു. 100 എഫിഷ്യൻസി ഉള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 എഫിഷ്യൻസി ഉള്ള ആൾക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്, നേരെ നേരെ ചെയ്യണം കേട്ടോ. എക്സാമിന് ചോദിക്കുന്നതാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ജോലി 2 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് 2 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ശരി. 5 സ്ത്രീകൾക്ക് 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും ചേർന്ന് ഇത് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ഇങ്ങനെയാണ് ചോദ്യമേ. മക്കളെ, ടൈം ആൻഡ് വർക്കുകളുടെ പ്രത്യേകത, ചോദ്യങ്ങളുടെ പ്രത്യേകത പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ പറയാൻ സമയമില്ല. ഒരു മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ. 2 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലിയാണ് 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. 2 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി തന്നെയാണ് 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പം 20M ഈസ് ഈക്വൽ ടു 40W എന്ന് കിട്ടി. അതിൽ നിന്ന് 1M ഈസ് ഈക്വൽ ടു 2W എന്ന് കിട്ടും. എനിക്ക് മനസ്സിലായി ഒരു പുരുഷന് തുല്യം 2 സ്ത്രീകളാണ്. ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 2 സ്ത്രീകൾ വേണം എന്ന റിലേഷൻ കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതല്ലേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മുഴുവനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. നമുക്ക് മുഴുവനായിട്ട് സ്ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീയാണ്? 2 സ്ത്രീ. അപ്പോൾ ഒരു പുരുഷന് തുല്യം 2 സ്ത്രീയാണ്, പ്ലസ് ബാക്കി 2 സ്ത്രീയുണ്ട്. അതായത് ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. കണ്ടോ? ഒരു പുരുഷനും 2 സ്ത്രീയും എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? ഒരു പുരുഷന് തുല്യം 2 സ്ത്രീയല്ലേ? അപ്പോൾ അവിടെ 2 സ്ത്രീ കൊടുത്താൽ 2 സ്ത്രീ പ്ലസ് 2 സ്ത്രീ ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമല്ലേ? ഒരു പുരുഷനും 2 സ്ത്രീയും കൂടെ ചെയ്യുന്ന ജോലി 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം 5 സ്ത്രീകൾക്ക് ജോലി തീർക്കാൻ 8 ദിവസം വേണം. എങ്കിൽ 4 സ്ത്രീകൾക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാം. 5 × 8/4. ആൻസർ 10 ദിവസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം, റേഷ്യോ വെച്ച് ചെയ്യാം, ആകെ ജോലി കണ്ടുപിടിച്ച് ചെയ്യാം. ഈ രീതി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്ര സ്റ്റെപ്പൊന്നും എഴുതണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നൊക്കെ മനക്കണക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ സ്റ്റെപ്പൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഒരു പുരുഷ തുല്യം 2 സ്ത്രീയാണ്. അപ്പോൾ ഇത് 4 സ്ത്രീയാണ്. 5 സ്ത്രീക്ക് 8 ദിവസം, 4 സ്ത്രീക്ക് എത്ര ദിവസം? ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി സത്യം പറഞ്ഞാൽ. ഇത് മനസ്സിലാവാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത്രയും വരുന്നത്. ഓക്കെ അല്ലേ? ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് 2 പുരുഷൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ ജോലി 5 സ്ത്രീ 8 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 പുരുഷൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 2M × 10. ഇത് തന്നെയാണ് 5 സ്ത്രീ 8 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്തപ്പോൾ ഒരു പുരുഷന് തുല്യം 2 സ്ത്രീ എന്ന് കിട്ടി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മുഴുവനായിട്ട് സ്ത്രീയിലേക്ക് മാറ്റി. ഒരു പുരുഷന് പകരം 2 സ്ത്രീയെ വിളിക്കാം, പ്ലസ് 2 സ്ത്രീ. ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് 4 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് കണ്ടുപിടിക്കണം. 12 ആളുകൾ 7 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 42 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? N1 D1 = N2 D2 എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ട് കാണും. ഇത്തരം ചോദ്യം വന്നാൽ വേറൊന്നുമില്ല, കിടക്കുന്നത് പോലെ ഗുണിച്ചാൽ മതി. 12 × 7 / 42. ഇതും വെട്ടിക്കളയാം. 6 തവണ 12/6. ആൻസർ 2 ദിവസം എന്ന് കിട്ടും. 12 ആളുകൾക്ക് 7 ദിവസം വേണമെങ്കിൽ 42 ആളുകൾക്ക് 2 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം,
ഇത് ആൻഡ് കൺസെപ്റ്റാണ്. നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞായിരുന്നു ആൻഡ് കൺസെപ്റ്റ്. ആ വീഡിയോകൾ കണ്ടിട്ട് വേണേ മക്കളെ ദയവീത് ഈ വീഡിയോ കാണാൻ. ആൻഡ് കൺസെപ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, അതിൻ്റെ കണക്കുകൾ ചെയ്ത്. ഇത് വീണ്ടും ആൻഡ് കൺസെപ്റ്റിൻ്റെ ഒരു ചോദ്യമാണ്. 3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും ചേർന്ന് ഒരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ. ഇനി 4 സ്ത്രീകൾക്കും 7 പുരുഷന്മാർക്കും ചേർന്ന് ഇതേ ജോലി 4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എങ്കിൽ ഒരു പുരുഷന് തന്നെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തന്നെയോ ഈ ജോലി തീർക്കാൻ എടുക്കുന്ന സമയം, ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും ഒരു പുരുഷൻ മാത്രം ജോലി ചെയ്താലും ജോലി തീർക്കാൻ എടുക്കുന്ന സമയം യഥാക്രമം കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ആൻഡ് കൺസെപ്റ്റ് ആണ്. കാരണം 2 വലിയ ഇക്വേഷൻസ് റിലേഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീയാണ് എന്ന റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ ഗുണിക്കണം അല്ലേ, 15W മൈനസ് ഇങ്ങനെ ഗുണിക്കണം 16W ഈസ് ഈക്വൽ ടു, പിന്നെ ഇങ്ങനെ ഗുണിക്കണം 30M മൈനസ് പിന്നെ ഇങ്ങനെ ഗുണിക്കണം 28M. ഓക്കെ. സോ ഈ ഡിഫറൻസ് 1W ഈസ് ഈക്വൽ ടു 2M എന്ന് കിട്ടും. ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ എന്ന റിലേഷനിലേക്ക് വരും അല്ലേ. സൈൻ നോക്കണ്ട നിങ്ങൾ. ഇവിടെ ഡിഫറൻസ് 1W ആണ്, ഇവിടെ ഡിഫറൻസ് 2M ആണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ. ഓക്കെ. ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ എന്ന റിലേഷൻ കിട്ടിയാൽ നമുക്കുള്ള 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. ശരി. അപ്പം ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് പുരുഷനിലേക്ക് മാറ്റാൻ പോവാം. ഓക്കെ. 3 സ്ത്രീക്ക് പകരം എനിക്ക് 6 പുരുഷനെ വിളിക്കാം. കാരണം ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ വേണം. അപ്പോൾ 3 സ്ത്രീക്ക് പകരം 6 പുരുഷനെ ജോലിക്ക് വിളിക്കാം. പ്ലസ് ബാക്കി ഒരു 6 പുരുഷനുണ്ട്. അപ്പം അവർക്ക് 5 ദിവസം വേണം അല്ലേ. അതായത് 12 പുരുഷന്മാർക്ക് ജോലി തീർക്കാൻ 5 ദിവസം വേണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് ഞാൻ പുരുഷനിലേക്ക് മാറ്റുവാണ്. 3 സ്ത്രീക്ക് പകരം 6 പുരുഷനാണ്. 6 പുരുഷൻ പ്ലസ് 6 പുരുഷൻ ഇതാകെ 12 പുരുഷന്മാർക്ക് തുല്യമാണ്. 12 പുരുഷന്മാർക്ക് 5 ദിവസം വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 12 പുരുഷന്മാർക്ക് 5 ദിവസമാണെങ്കിൽ ഒരു പുരുഷന് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം അല്ലേ. 12 × 5/1 ചെയ്താൽ മതി. ഈക്വൽ ടു ഒരു പുരുഷന് 60 ദിവസം വേണമെന്ന് കിട്ടും. മക്കളെ, ഇവർ പറഞ്ഞതനുസരിച്ച് പുരുഷൻ്റെ ഇരട്ടി എഫിഷ്യൻ്റ് ആണ് സ്ത്രീ. അപ്പോൾ ഒരു പുരുഷന് 60 ദിവസം വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു സ്ത്രീക്ക് 30 ദിവസം മതി ജോലി തീർക്കാൻ എന്ന് കിട്ടും. അപ്പം സ്ത്രീക്ക് 30 ദിവസം, പുരുഷന് 60 ദിവസം. 30, 60 എന്ന് വരുന്ന ഓപ്ഷനാണ് ആൻസർ. ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് സ്ത്രീയുടെ കാര്യമാണ്, പിന്നെയാണ് പുരുഷൻ്റെ. അപ്പം 30, 60 എന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ആൻഡ് കൺസെപ്റ്റ് ഉള്ളതിൽ കുറച്ച് വലിയ ചോദ്യങ്ങളാണേ മക്കളെ. ഞാൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തുല്യം എത്ര പുരുഷൻ എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ആദ്യം ചെയ്ത പരിപാടി. ഈ സ്റ്റെപ്പുകൾ അല്ലേ. ഇങ്ങനെ ഗുണിക്കണം, മൈനസ് ഇങ്ങനെ ഗുണിക്കണം, ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഗുണിക്കണം, മൈനസ് ഇങ്ങനെ ഗുണിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം കുറച്ചുകൂടി വേഗത്തിൽ ഉത്തരം കിട്ടും. ഒരു സ്ത്രീക്ക് തുല്യം 2 പുരുഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒത്തിരി സമയം കളയാത്തത്. ഓക്കെ. ഇനി ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. ഞാൻ മുഴുവനായിട്ട് പുരുഷനിലേക്ക് മാറ്റുക. 3 സ്ത്രീക്ക് പകരം 6 പുരുഷനാണ്. ഇത് 6 പുരുഷനാണ്. ഇതാകെ 12 പുരുഷനാണ്. 12 പുരുഷൻ 5 ദിവസം. 12 പുരുഷൻ 5 ദിവസമെങ്കിൽ ഒരു പുരുഷൻ എത്ര ദിവസം വേണമെന്ന് അറിയാം. ഓക്കെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, പകരം ഇങ്ങനെ നേരെ ചെയ്യേണ്ടത്. 12 × 5/1 ഒരു പുരുഷന് 60 ദിവസം വേണം. ഇവർ പറഞ്ഞതനുസരിച്ച് പുരുഷൻ്റെ ഇരട്ടി എഫിഷ്യൻ്റ് ആണ് സ്ത്രീ. ഒരു പുരുഷന് 60 ദിവസമാണെങ്കിൽ ഒരു സ്ത്രീക്ക് 30 ദിവസം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ജോലി 8 പുരുഷന്മാർക്കോ അല്ലെങ്കിൽ 12 സ്ത്രീകൾക്കോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ
10 പുരുഷന്മാരും അല്ലേ, യെസ്, 5 സ്ത്രീകളും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? നിങ്ങളിത് ഓർ ആൻഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓർ ആൻഡ് കൺസെപ്റ്റ് അല്ലേ? ആൻഡ് കൺസെപ്റ്റ് പറഞ്ഞു, ഓർ ആൻഡ് കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഓർ ആൻഡ് കൺസെപ്റ്റ് ചോദ്യങ്ങളിൽ ഓർ ആൻഡ് എന്ന് പറയാൻ കാരണം ഒന്നുമില്ലെന്നേ. ഇവിടെ 8 men or 12 women എന്നാണ്. ഇവിടെ 10 men and 5 women എന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ടാണ് ഓർ ആൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല, ചോദ്യം തിരിച്ചറിയാൻ ഓരോ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യം ഇത് എടുത്തെഴുതുക, ഞാനിപ്പോൾ എഴുതിയ പോലെ. ഇനി മുകളിൽ കിടക്കുന്നവന്മാരെ എല്ലാം നിരത്തി അങ്ങ് ഗുണിക്കുക. അപ്പോൾ എങ്ങനെ വരും? 8 × 12 × 25 എന്ന് വരും. ഡിവൈഡഡ് ബൈ, ഇനി എക്സ് പോലെ ക്രോസ് ചെയ്യുക, ഗുണിക്കുക. 8 × 5 8×5 40 പ്ലസ് 10 × 12 120. ഇത് തമ്മിൽ കൂട്ടുമ്പം 160 എന്ന് വരും. ഇനി വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം. യെസ്, എനിക്ക് 8ഉം 160ഉം വെട്ടിക്കളയാം 20 തവണ. 20ഉം 25ഉം 5 വെച്ച് വെട്ടാം. ഇത് 5 തവണ, ഇത് 4 തവണ. 4ഉം 12ഉം വെട്ടാം 3 തവണ. ആൻസർ 15 ദിവസം എന്ന് കിട്ടും. ഇതാണ് ഓർ ആൻഡ് കൺസെപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതുക. 8, 12, 25, 10, 5 ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി മുകളിൽ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുക. 8 × 12 × 25 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 40 + 120. കണ്ടോ? സോൾവ് ചെയ്യുന്നതായിരിക്കും ഉത്തരം. ഇങ്ങനെ കാണാതെ ഒന്ന് പഠിച്ചു വെക്കുക. ഓർ ആൻഡ് കൺസെപ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ട് കാണും ഓൾറെഡി. പല മെത്തേഡുണ്ട്, അതിലൊരു മെത്തേഡ് ഇതാണ് കുറച്ച് ബെറ്റർ. കാരണം പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല, വേഗം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ചോദ്യം. ജോണി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 40 days. ജോണിക്ക് ഒരു ജോലി 40 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. ശരി. രാജു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഇൻ 48 days. രാജുവിന് ഇത് 48 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. ഓക്കെ, ദേ വർക്ക്ഡ് ടുഗദർ. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, ബോബി ക്യാൻ ഡു ഇറ്റ് ഇൻ 60 days. ബോബിക്ക് ഇത് 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ജോണിക്ക് 40, രാജുവിന് 48, ബോബിക്ക് 60. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM എടുക്കാം. അതാണ് ആകെ ജോലി എന്ന് പറയുന്നത്. 40ൻ്റെയും 48ൻ്റെയും 60ൻ്റെയും LCM 240 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് ആകെ ജോലി എന്ന് പറഞ്ഞാൽ 240 ആണ്. എഫിഷ്യൻസി കാണുമ്പോൾ 240/4 6 കിട്ടും. 240/48 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. 240/60 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ ഇവർ ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടി. ജോണിയുടെ എഫിഷ്യൻസി 6, ജോണി ഒരു ദിവസം 6 ജോലി തീർക്കും. രാജുവിൻ്റെ എഫിഷ്യൻസി 5, രാജു ഒരു ദിവസം 5 ജോലി തീർക്കും. ബോബിയുടെ എഫിഷ്യൻസി 4, ബോബി ഒരു ദിവസം 4 ജോലി തീർക്കും. ഓക്കെ, ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 4 days. അവർ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. ഇവരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി എത്രയാ? ജോണിയുടെയും രാജുവിൻ്റെയും ബോബിയുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, ഇവർ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്താൽ 4 × 15, അതായത് 60 ജോലി ഇവർ ഒരുമിച്ച് ചെയ്തു തീർത്ത് കാണും. എത്ര ജോലി? 60 ജോലി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തിട്ട് രാജു എന്ത് ചെയ്തു? ലെഫ്റ്റ് ചെയ്തു. അവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. ഒരു ദിവസം 15 ജോലി തീർക്കുന്നവർ ഇവർ 3 പേര് ചേർന്നാൽ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്താൽ 4 × 15 60 ജോലി അവർ ഒരുമിച്ച് ചെയ്ത് തീർത്തു എന്നർത്ഥം. ഇനി നമുക്കറിയാം, അത് കഴിഞ്ഞ് രാജു ലെഫ്റ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ജോണി ആൻഡ് ബോബി, ജോണിയും ബോബിയും, ജോണിയുടെ എഫിഷ്യൻസി 6, ബോബിയുടെ എഫിഷ്യൻസി 4. അപ്പോൾ അവർ രണ്ടുപേരെയും കൂടെ എഫിഷ്യൻസി 10. ജോണിയും ബോബിയും കൂടെ വർക്ക്ഡ് ടുഗദർ ഫോർ 12 days. വീണ്ടും 12 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. ആ 12 ദിവസം കൊണ്ട് അവർ തീർക്കുന്നത് 12 × അവരുടെ രണ്ടുപേരുടെയും കൂടി എഫിഷ്യൻസി 10,
120 ജോലി വീണ്ടും തീർക്കും. 120 ജോലി അവർ രണ്ടുപേരും കൂടെ വീണ്ടും തീർത്തു. അപ്പോൾ വീണ്ടും ഒരു 120 ജോലി തീർന്നു. ഇപ്പം ആകെ 180 ജോലി തീർന്നിട്ടുണ്ട്. ബാലൻസ് അവിടെ തീരാനുള്ളത് 60 ജോലിയാണ്. കാരണം ആകെ 240 അല്ലേ. ഈ 60 ജോലി തീർക്കാൻ അവിടെ ഉള്ളത് ബോബി മാത്രമാണ്. ബോബി ഒരു ദിവസം 4 ജോലി തീർക്കാൻ കഴിവുള്ളയാളാണ്. 60 ജോലി തീർക്കാൻ ബോബിക്ക് വേണ്ട സമയം 60/4. ആൻസർ 15 ദിവസം എന്ന് കിട്ടും ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ, സെക്രട്ടറി എക്സസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നല്ല ചോദ്യമാണ്. ജോണിയുണ്ട്, രാജുവുണ്ട്, ബോബിയുണ്ട്. ജോലി തീർക്കാൻ വേണ്ട സമയങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ ജോലി കണ്ടുപിടിച്ച് 240. ഇവരുടെ എഫിഷ്യൻസീസ് കണ്ടുപിടിച്ച് 240/40, 240/48, 240/60 എഫിഷ്യൻസീസ് കിട്ടി. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി ഇത് 3ഉം കൂട്ടുന്ന 15. അതിൻ്റെ അർത്ഥം 3 പേരും ചേർന്ന് ഒരു ദിവസം കൊണ്ട് 15 ജോലി തീരും. ഇവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 ദിവസം കൊണ്ട് ഒരുമിച്ച് തീർക്കുന്ന 60 ജോലിയാണ്. ഇനി അതിൽ നിന്ന് രാജു ലെഫ്റ്റ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ ജോണിയും ബോബിയും ഉള്ളൂ. ജോണിയുടെ എഫിഷ്യൻസി 6, ബോബിയുടെ എഫിഷ്യൻസി 4. അപ്പോൾ 2 പേരുടെയും കൂടെ എഫിഷ്യൻസി 10. അതിൻ്റെ അർത്ഥം 2 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 10 ജോലി തീരും. അവർ 12 ദിവസം വീണ്ടും ഒരുമിച്ച് ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 × 10 120 ജോലി അവർ ഒരുമിച്ച് തീർത്തുകയാണ്. ആദ്യം ഒരു 60 തീർന്നായിരുന്നു 3 പേരും ചേർത്ത്. പിന്നെ ബോബിയും ജോണിയും ചേർത്ത് ഒരു 120 തീർത്തു. അപ്പം 180 ജോലി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി ബാലൻസ് 60 ജോലിയുണ്ട്. അതിൽ നിന്ന് ജോണി ലെഫ്റ്റ് ആവുകയും ചെയ്തു. ഇനി ബോബി മാത്രമേ ഉള്ളൂ. 60 ജോലി തീർക്കാൻ ബോബിക്ക് വേണ്ട സമയം, ബോബി ഒരു ദിവസം 4 ജോലി തീർക്കുന്നയാളാണ്. 60 ജോലി തീർക്കാൻ വേണ്ട സമയം 60/4, 15 ദിവസം എന്ന് കിട്ടും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്നതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നതേ ഉള്ളേ. എ ടയർ ഹാസ് 2 പഞ്ചേഴ്സ്. ഫസ്റ്റ് പഞ്ചർ, ഒന്നാമത്തെ പഞ്ചർ എലോൺ വുഡ് ഹാവ് മെയ്ഡ് ദ ടയർ ഫ്ലാറ്റ് ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് കൊണ്ട് ടയർ ഫ്ലാറ്റ് ആക്കും. അതായത് ടയറിൻ്റെ എയർ എല്ലാം പുറത്തേക്ക് കളയും. രണ്ടാമത്തെ പഞ്ചറിൻ്റെ പ്രത്യേകത, അത് ഓപ്പൺ ആണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ടയറിനെ ഫ്ലാറ്റ് ആക്കും. എങ്കിൽ ഒന്നാമത്തെ പഞ്ചറും രണ്ടാമത്തെ പഞ്ചറും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ ടയർ എത്ര സമയം കൊണ്ട് ഫ്ലാറ്റ് ആകും എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഒന്നാമത്തേത് 10 മിനിറ്റ് കൊണ്ട്, രണ്ടാമത്തേത് 8 മിനിറ്റ് കൊണ്ട്. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ടൈമിൽ ടയർ ഫ്ലാറ്റ് ആയി പോകും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിന് xy/x+y എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എന്ന സെയിം കൺസെപ്റ്റ്. 10 × 8/10 + 8 18. സോ വെട്ടിക്കളയുമ്പം ഇത് 5ഉം ഇത് 9ഉം വരും. 40/9 എന്ന് കിട്ടും അല്ലേ? 40/9 4 36, 9 4 36, ബാക്കി 4/9. 4ഉം 9ൽ 4 മിനിറ്റ് എന്ന് കിട്ടും. 4ഉം 9ൽ 4 മിനിറ്റ് എന്ന് കിട്ടും. സോ ഇങ്ങനെ ചെയ്യാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഇത്ര ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയമില്ല. അതുപോലെ ഒരു പഞ്ചർ 10 മിനിറ്റ് കൊണ്ട് ഫുള്ള് ഫ്ലാറ്റ് ആക്കും. രണ്ടാമത്തെ പഞ്ചർ 8 മിനിറ്റ് കൊണ്ട് ഫുള്ള് ഫ്ലാറ്റ് ആക്കും. ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര സമയം കൊണ്ട് ഫ്ലാറ്റ് ആകും എന്നറിയാൻ x × y/x+y ചെയ്യാം. ഇനി അതിൻ്റെ കൺസെപ്റ്റും കൂടെ പറഞ്ഞേക്കാം, ലോജിക്കും കൂടെ. ഈ രണ്ടെണ്ണത്തിൻ്റെ LCM കണ്ടുപിടിക്കാം. അത് 40 എന്ന് കിട്ടും. ഇത് ടോട്ടൽ അതിൻ്റെ എയറിൻ്റെ 40 യൂണിറ്റാണ് ടോട്ടൽ എയർ എന്ന് എടുക്കാം. ടയറിൻ്റെ ടോട്ടൽ എയർ, ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി 40 യൂണിറ്റ് ആണെന്ന് എടുക്കാം. എഫിഷ്യൻസി കാണാം. 40/10 4, 40/8 5. അതായത് ഒന്നാമത്തെ പഞ്ചറിൻ്റെ എഫിഷ്യൻസി 4 എന്ന് പറഞ്ഞാൽ അത് 1 മിനിറ്റിൽ 4 യൂണിറ്റ് എയർ പുറത്തേക്ക് കളയും എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേൻ്റെ എഫിഷ്യൻസി 5 എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 5 യൂണിറ്റ് എയർ പുറത്തേക്ക് കളയും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 9. അതിൻ്റെ അർത്ഥം രണ്ടും കൂടെ തുറന്നിട്ടാൽ 1 മിനിറ്റിൽ 9 യൂണിറ്റ് എയർ പുറത്തേക്ക് കളയും. അപ്പം ടയർ ഫുള്ള് ഫ്ലാറ്റ് ആക്കാൻ 40 യൂണിറ്റ് എയർ ഉണ്ട്. അത് പുറത്തേക്ക് കളയാൻ വേണ്ട സമയം 40/9.
4/9 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ലോജിക് വൈസ് പറഞ്ഞാൽ. ഓക്കെ, ഒന്നാമത്തെ പഞ്ചറിൻ്റെ എഫിഷ്യൻസി 4 പറഞ്ഞാൽ 1 മിനിറ്റിൽ 4 യൂണിറ്റ് പുറത്തേക്ക് കളയും. രണ്ടാമത്തേൻ്റെ എഫിഷ്യൻസി 5 പറഞ്ഞാൽ 1 മിനിറ്റിൽ 5 യൂണിറ്റ് പുറത്തേക്ക് കളയും. രണ്ടിൻ്റെയും കൂടി എഫിഷ്യൻസി 9 പറഞ്ഞാൽ 1 മിനിറ്റിൽ 9 യൂണിറ്റ് പുറത്തേക്ക് കളയും. അപ്പം 40 യൂണിറ്റ് ആകെ ഉണ്ട്. അത് മുഴുവൻ പുറത്തേക്ക് പോകാൻ വേണ്ട സമയം 40/9, 4 9 4 മിനിറ്റ് എന്ന് കിട്ടും. അല്ലെ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. ഓക്കെ, to complete a piece of work, A alone takes 10 days, B alone takes 20 days respectively. With the help of C, they finish the work in 4 days. In how many days C alone can complete the work? അതായത് എക്ക് തന്നെയായിട്ട് 10 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ പറ്റും, എക്ക് തന്നെയായിട്ട്. ഓക്കെ, ബിക്ക് തന്നെ അതേ ജോലി തീർക്കാൻ 20 ദിവസം വേണം. ബിക്ക് തന്നെ അതേ ജോലി തീർക്കാൻ 20 ദിവസം വേണം. എന്നാൽ എയും ബിയും സിയും ചേർന്ന് ഈ ജോലി തീർക്കാൻ 4 ദിവസം വേണം. എങ്കിൽ സിക്ക് തനിയെ ജോലി തീർക്കാൻ വേണ്ട സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എക്ക് തന്നെ 10 ദിവസം വേണം, ബിക്ക് തന്നെ 20 ദിവസം വേണം, എക്കും ബിക്കും സിക്കും ചേർന്ന് 4 ദിവസം വേണം. എങ്കിൽ സിക്ക് തനിയെ ജോലി തീർക്കാൻ വേണ്ട സമയം കാണണം. ഓക്കെ, ഇങ്ങനെ വരുമ്പം ഈ 3 സംഖ്യകളുടെ LCM എടുക്കണം അല്ലേ? അതാണ് ആകെ ജോലി, ടോട്ടൽ വർക്ക്. അത് നമുക്ക് 20 എന്ന് കിട്ടും. ആകെ ജോലി 20. ഇനി ഇവരുടെ എഫിഷ്യൻസീസ് കാണണം. എയുടെ എഫിഷ്യൻസി 20/10 2, ബിയുടെ 20/21, സിയുടെ 20/4 5. സിയുടെ അല്ല, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ. ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 3 എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 5 കാണാൻ പറ്റും. എയുടെയും ബിയുടെയും കൂടെ 3, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് മനസ്സിലാക്കാം. സിയുടെ എഫിഷ്യൻസി 2. സിയുടെ എഫിഷ്യൻസി 2 പറഞ്ഞാൽ അർത്ഥം എന്താ? സി ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കും എന്നല്ലേ? സിക്ക് തനിയെ ആകെയുള്ള 20 ജോലി തീർക്കാൻ വേണ്ട സമയം 20/2. എത്ര ദിവസം കിട്ടും ആൻസർ? 10 ദിവസമാണ് ആൻസർ. കണ്ടോ, സിമ്പിൾ അല്ലേ? 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 5, എയുടെയും ബിയുടെയും കൂടെ 3. അപ്പോൾ ബാക്കിയുള്ള 2 സിയുടെ എഫിഷ്യൻസി. സി ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാണ്. അപ്പം 20 ജോലി തീർക്കാൻ സിക്ക് വേണ്ട സമയം 20/2 10 ദിവസം. ഓക്കെ ആണല്ലോ അല്ലേ? ശരി, മുന്നോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം. എ സ്കൂൾ പദ്ധതി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ടെങ്കിൽ ബി ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? മുന്നേയുള്ള വീഡിയോകളിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. എ 20 ദിവസം കൊണ്ട് ഒരു പദ്ധതി പൂർത്തിയാക്കി, 20 ദിവസം കൊണ്ട്. ബി 25% കഴിവ് കൂടുതലുള്ള ആളാണ്. അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. എ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 125 അർത്ഥം. എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുള്ളയാളാണ് ബി. അപ്പോൾ എ 100 ആണ് എഫിഷ്യൻസി എങ്കിൽ, എയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 125 അതിൻ്റെ അർത്ഥം. എയേക്കാൾ 25% എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. 100 എഫിഷ്യൻസിയുള്ള എ 20 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുമെങ്കിൽ 125 എഫിഷ്യൻസിയുള്ള ബി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടുപിടിക്കാം. 100 എഫിഷ്യൻസിയുള്ള ആൾക്ക് 20 ദിവസമാണ്, 125 എഫിഷ്യൻസിയുള്ള ആൾക്ക് എത്ര ദിവസം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, പകരം നേരെ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ നേരെ ചെയ്യണം. 100 × 20 ഡിവൈഡഡ് ബൈ 125 എന്ന് വരും. 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 5 തവണ, ഇത് 4 തവണ. എസ്, ഈ 5ഉം 20ഉം കൂടെ വെട്ടിക്കളയാം 4 തവണ. ആൻസർ 16 കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ബി എന്നയാൾ എയേക്കാൾ 25% കൂടുതൽ എഫിഷ്യൻ്റാണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 100 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 125 അർത്ഥം. എയുടെ എഫിഷ്യൻസി 100 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 125 അർത്ഥം.
അല്ലേ? ഒരാളുടെ 100ഉം അടുത്തയാളുടെ 125. ഓക്കെ, ഇനി 100 എഫിഷ്യൻസി ഉള്ള ആൾക്ക് 20 ദിവസം വേണം. ഇപ്പോൾ 125 എഫിഷ്യൻസി ഉള്ള ആൾക്ക് എത്ര ദിവസം വേണം എന്ന് നോക്കിയാൽ പോരെ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, നേരെ നേരെ ചെയ്യണം. ആൻസർ 16 ദിവസം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? നമ്മൾ കുറേ തവണ ചെയ്തതാണ്. എയും ബിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം നമ്മൾ ഇക്വേഷനെ യൂസ് ചെയ്തത് അല്ലേ? എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ് ആണോ? അതായത് 8 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 10 18. വെട്ടിക്കളയുമ്പം 9 4 40/9 എന്ന് കിട്ടും ആൻസർ. 40/9. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ആൻഡ് കൺസെപ്റ്റ് ആണ്, മറക്കണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് കൺസെപ്റ്റ് അല്ലേ? മുന്നത്തെ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മക്കളെ, 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 3 പുരുഷന്മാരും 2 ആൺകുട്ടികളും ചേർന്ന് ഇതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 12 ആൺകുട്ടികൾക്ക് ഇത് തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. ശരി, ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര ആൺകുട്ടി എന്ന് കണ്ടുപിടിക്കണം. അതിന് ഇത് തമ്മിൽ ഗുണിക്കാം. അപ്പം എത്ര കിട്ടും? 16m മൈനസ് ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പം എത്ര കിട്ടും? 18m. ഓക്കെ, ഈസ് ഈക്വൽ ടു, പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം 32b മൈനസ്, പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം 12b. ഓക്കെ, അപ്പോൾ 2m ഈസ് ഈക്വൽ ടു 20b എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഒരു പുരുഷന് തുല്യം 10 കുട്ടികൾ എന്ന റിലേഷനിലേക്ക് എത്തും. ഒരു പുരുഷന് തുല്യം 10 കുട്ടികൾ എന്ന റിലേഷനിലേക്ക് എത്തും. അപ്പോൾ ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 10 കുട്ടികൾ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഒരു പുരുഷൻ്റെ എഫിഷ്യൻസി 10ഉം ഒരു കുട്ടിയുടെ എഫിഷ്യൻസി 1ഉമാണ്. കാരണം പുരുഷന് കുട്ടികളുടെ 10 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. കാരണം ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 10 കുട്ടികൾ വേണം. അപ്പോൾ പുരുഷൻ്റെ എഫിഷ്യൻസി 10ആണ്, കുട്ടികളുടെ എഫിഷ്യൻസി 1ആണ്. ശരി, അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് 12 കുട്ടികൾ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ? 12 ബോയ്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ് മക്കളെ? 12 ബോയ്സിൻ്റെ എഫിഷ്യൻസി 12 ആണ്. കാരണം ഒരു ബോയുടെ എഫിഷ്യൻസി 1ആണ്, 12 ബോയ്സിൻ്റെ എഫിഷ്യൻസി 12 ആണ്. അതിൻ്റെ അർത്ഥം ഈ 12 ബോയ്സ് ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 12 ജോലി വീതം തീരും എന്നാണ് അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി ആകെ ജോലി കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ഇവർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആകെ ജോലി കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഇങ്ങോട്ട് എടുത്തു. ഒന്നാമത്തെ ഇക്വേഷനിൽ ഇവർ പറയുന്നത് 2 പുരുഷനും 4 ബോയ്സും കൂടെ 8 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നല്ലേ? ഈ 2 പുരുഷൻ്റെയും 4 ബോയ്സിൻ്റെയും കൂടെ എഫിഷ്യൻസി നമുക്കൊന്ന് കാണാം. എത്രയാ മക്കളെ? 2 പുരുഷൻ്റെ എഫിഷ്യൻസി 20, 4 ബോയ്സിൻ്റെ എഫിഷ്യൻസി 4. അപ്പോൾ ഇവരുടെ ആകെ എഫിഷ്യൻസി 24 അല്ലേ? ആകെ എഫിഷ്യൻസി 24. ഒരു പുരുഷൻ്റെ 10, 2 പുരുഷൻ്റെ 20, 4 ബോയ്സിൻ്റെ 4. അപ്പോൾ 24ആണ് ഇവരുടെ ആകെ എഫിഷ്യൻസി അല്ലേ? 24 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് 8 ദിവസം വേണ്ടി വന്നു ഒരു മുഴുവൻ ജോലി തീർക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 24 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് 8 ദിവസം വേണ്ടി വന്നു ഒരു മുഴുവൻ ജോലി തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുഴുവൻ ജോലി എന്ന് പറയുന്നത് 24 × 8 ആയിരുന്നു എന്നല്ലേ? ഇവരുടെ എഫിഷ്യൻസി 24 ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവർ ഒരു ദിവസം കൊണ്ട് 24 ജോലി തീർക്കും എന്നല്ലേ? അവർക്ക് 8 ദിവസം വേണ്ടി വന്നു മുഴുവൻ ജോലി തീർക്കാൻ എന്നല്ലേ പറഞ്ഞേ? അപ്പം മുഴുവൻ ജോലി എന്ന് പറഞ്ഞാൽ 24 × 8 192 ജോലിയാണ്. ഈ 192 മുഴുവൻ ജോലി 12 കുട്ടികൾക്ക് തന്നെ തീർക്കാൻ വേണ്ട സമയം 192 ഡിവൈഡഡ് ബൈ 12 വരും. കാരണം 12 കുട്ടികളുടെ എഫിഷ്യൻസി 12 ആണ്.
അവരൊരു ദിവസം 12 ജോലി തീർക്കുന്നവരാണ്. 192 ജോലി തീർക്കാൻ വേണ്ട സമയം 192 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 16 എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. സോ ഇങ്ങനെ എഫിഷ്യൻസി എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ കണക്ക്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. അതായത് ഒരു പുരുഷന് തുല്യം എത്ര കുട്ടി എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എല്ലാ കണക്കിലും കോമൺ ആണ്. സോ അതിവിടെ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം ഒരു പുരുഷന് തുല്യം 10 കുട്ടി എന്നതാണ്. അപ്പോൾ പുരുഷൻ്റെ എഫിഷ്യൻസി 10 ആയിട്ടും കുട്ടിയുടെ എഫിഷ്യൻസി 1 ആയിട്ടും എടുക്കാം. ശരി, ഇനി ഇത്രയും പേര് ചേർന്ന് 8 ദിവസം കൊണ്ട് ജോലി തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ ജോലി എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ? എനിക്കറിയാം 2 പുരുഷനും 4 ബോയ്സും ചേർന്നാൽ അവരുടെ എഫിഷ്യൻസി 24. അതായത് ഒരു ദിവസം 24 ജോലി തീർക്കാൻ അവർക്ക് കഴിവുണ്ട്. അവർ 8 ദിവസം ജോലി ചെയ്തപ്പോഴാണ് ജോലി തീർന്നത്. അപ്പോൾ ആകെ ജോലി 24 × 8 ആയിരുന്നു. ഒരു ദിവസം 24 ജോലി തീർക്കുന്നവർ 8 ദിവസം ജോലി ചെയ്തപ്പോഴാണ് മുഴുവൻ ജോലി തീർന്നതെങ്കിൽ 24 × 8 ആണ് മുഴുവൻ ജോലി. അത് 192 ആണ്. ഈ 192 ജോലി ആർക്ക്? 12 കുട്ടികൾക്ക് തന്നെ തീർക്കാൻ വേണ്ട സമയം ചോദിച്ചേക്കുന്നത്. 12 കുട്ടികൾ ഒരു ദിവസം 12 ജോലി ചെയ്യുന്നവരാ. 192 ജോലി തീർക്കാൻ വേണ്ട സമയം 192 / 12 16 ദിവസം എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 14 ആളുകൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 7 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം N1 D1 = N2 D2. ഇത് കിടക്കുന്ന പോലെ തന്നെ ഗുണിച്ചാൽ മതി. 14 × 8 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ഇതും വെട്ടിപ്പോയി 2 × 8 ആൻസർ 16 എന്ന് കിട്ടും. 16. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 16 ദിവസം കൊണ്ട് ചെയ്യും. എന്നാൽ എയും ബിയും സിയും ചേർന്നാൽ ഈ ജോലി 4 ദിവസം കൊണ്ട് തീരും. എങ്കിൽ സിക്ക് തനിയെ ജോലി തീർക്കാൻ ആവശ്യമായ ദിവസങ്ങൾ എത്ര? ചെയ്യാൻ 3 സംഖ്യകളുടെ LCM എടുക്കണം. ആണോ? LCM നമുക്ക് 48 എന്ന് കിട്ടും. ഓക്കെ, 48 ആണ് ആകെ ജോലി. എയുടെ എഫിഷ്യൻസി 48/12 4, ബിയുടെ എഫിഷ്യൻസി 48/16 3, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 48/4 12. ഇതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം അല്ലേ? എയുടെയും ബിയുടെയും സിയുടെയും കൂടെ 12 ആണ്, എയുടെയും ബിയുടെയും കൂടെ 7 ആണ്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി നമുക്ക് 5 എന്ന് കിട്ടും. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ 12 ആണ്, എയുടെയും ബിയുടെയും കൂടെ 7 ആണ്. അതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി നമുക്ക് 5 എന്ന് കിട്ടും. സിയുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ സി ഒരു ദിവസം 5 ജോലി തീർക്കാൻ കഴിവുള്ള ആളാണ്. അപ്പം 48 ജോലി സിക്ക് തീർക്കാൻ വേണ്ട സമയം 48/5 എന്ന് വരും. 48/5, 48ൽ 5 9 തവണ, ശിഷ്ടം 3/5 എന്ന് കിട്ടും. 9 3/5 ദിവസം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 10 മിനിറ്റിനുള്ളിൽ റാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 9 മണിക്കൂറിനുള്ളിൽ 2 പേരും എത്ര കുപ്പികൾ നിറയ്ക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, രാധയ്ക്ക് 10 മിനിറ്റിൽ 5 കുപ്പി അച്ചാർ, അതുപോലെ റാമിന് 10 മിനിറ്റിൽ 4 കുപ്പി അച്ചാർ. അപ്പോൾ 2 പേരും ചേർന്നാൽ 10 മിനിറ്റ് കൊണ്ട് എത്ര കുപ്പി അച്ചാർ വരും? 1 5 4 9 കുപ്പി അച്ചാർ നിറയ്ക്കാൻ പറ്റും. ഞാൻ എഴുതിയത് ക്ലിയർ ആണോ? ഒരാൾക്ക് 5 കുപ്പി 10 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ പറ്റും, മറ്റേ ആൾക്ക് 4 കുപ്പി 10 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ 2 പേരും ചേർന്നാൽ 10 മിനിറ്റ് കൊണ്ട് 5 4 9 കുപ്പി അച്ചാർ നിറയ്ക്കും. ഓക്കെ, ഇനി 9 മണിക്കൂർ കൊണ്ട് ഇവർ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കുന്നല്ലേ ചോദ്യം. 9 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 × 60 മിനിറ്റ് അല്ലേ?
9×6 54 540 മിനിറ്റ് അല്ലേ? 540 മിനിറ്റ് കൊണ്ട് ഇവർ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്നല്ലേ ചോദ്യം. 10 മിനിറ്റ് കൊണ്ട് രണ്ടുപേരും ചേർന്ന് 9 കുപ്പി നിറയ്ക്കുമെങ്കിൽ 9 മണിക്കൂർ, അതായത് 540 മിനിറ്റ് കൊണ്ട് എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 540 × 9 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഈ 0 വെട്ടിക്കളയാം മക്കളെ. 54 × 9 എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. 486 എന്ന് കിട്ടും. ആൻസർ 486 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. ദേവിക ഒരു ജോലി 10 ദിവസം കൊണ്ടും രമ്യ അതേ ജോലി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ഓക്കെ, അപ്പം ഇവിടെ ഒരാൾ ദേവികയാണ്. ദേവിക 10 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കുന്നത്. അടുത്തയാള് രമ്യ ആണ്. രമ്യ 15 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ആരംഭിച്ചുവെങ്കിലും 4 ദിവസം കഴിഞ്ഞപ്പോൾ അസുഖം കാരണം ദേവിക പിന്മാറി. ബാക്കി ജോലി രമ്യ തനിച്ച് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ദേവിക 10 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, രമ്യ 15 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LCM മെത്തേഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ് കാണുവാണെങ്കിൽ ആകെ ജോലി ആദ്യം കണ്ടുപിടിക്കണം. LCM ആയിട്ടുള്ള 30, അത് ടോട്ടൽ വർക്ക് ആകെ ജോലിയായിട്ട് കൺസിഡർ ചെയ്യണം അല്ലേ? ആകെ ജോലി 30. ഇനി ദേവികയുടെ എഫിഷ്യൻസി 30/10 3, രമ്യയുടെ എഫിഷ്യൻസി 30/15 2 ആണോ? 3ഉം 2ഉമാണ്. അപ്പം അതിൽ നിന്ന് ദേവികയുടെയും രമ്യയുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടും അല്ലേ? രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 5 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടുപേരും കൂടെ ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 5 ജോലി തീരുമെന്നാണ്. ഇവർ ഒരു ദിവസം 5 ജോലി തീർക്കുമെങ്കിൽ ഇവർ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ജോലി ആരംഭിച്ചുവെങ്കിലും 4 ദിവസം കഴിഞ്ഞപ്പോൾ അസുഖം കാരണം ദേവിക പിന്മാറി. അപ്പോൾ ഒരുമിച്ച് ഇവര് 4 ദിവസം ജോലി ചെയ്തു. ഒരു ദിവസം 5 ജോലി തീർക്കുന്ന ഇവര് 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്താൽ I4 20 ജോലി ഇവര് ഒരുമിച്ച് ചെയ്ത് തീർത്തു എന്നതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ മക്കളെ ബാലൻസ് അവിടെ 10 ജോലിയുണ്ട്. ബാലൻസ് അവിടെ 10 ജോലിയുണ്ട്. ഈ ബാലൻസ് ഉള്ള 10 ജോലി ചെയ്യാൻ ആരേ ഉള്ളൂ? രമ്യേ ഉള്ളൂ. കാരണം ദേവിക പിന്മാറി. രമ്യയുടെ എഫിഷ്യൻസി 2. അതിൻ്റെ അർത്ഥം രമ്യ ഒരു ദിവസം 2 ജോലി തീർക്കാൻ കഴിവുള്ള ആളാണ്. അപ്പം ബാലൻസ് ഉള്ള 10 ജോലി തീർക്കാൻ രമ്യയ്ക്ക് വേണ്ടി വരുന്ന സമയം 10/2, ആൻസർ 5 ദിവസം എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 5 days എന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം എന്ന് മനസ്സിലാക്കാം. ഞാൻ ചെയ്തത് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടു. ഇവിടെ 2 ആളുകളുണ്ട്. ഒരാൾ ദേവിക, ഒരാൾ രമ്യ. ദേവിക 10 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, രമ്യ 15 ദിവസം കൊണ്ട് അതേ ജോലി തീർക്കും. അപ്പോൾ നമ്മൾ ഈ 2 സംഖ്യകളെ LCM ആകെ ജോലിയായിട്ട് എടുത്തു. 10ൻ്റെയും 15ൻ്റെയും LCM 30 ആണ്. ഇത് ആകെ ജോലി. ദേവികയുടെ എഫിഷ്യൻസി കാണാൻ 30/10 ചെയ്തു 3, രമ്യയുടെ എഫിഷ്യൻസി കാണാൻ 30/15 ചെയ്തു അത് 2. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 3 + 2 5 ആണ്. രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 5 ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 5 ജോലി തീരുമെന്നാണ് അർത്ഥം. ഒരു ദിവസം കൊണ്ട് അവർ 5 ജോലി തീർക്കുമെങ്കിൽ 4 ദിവസം അവർ ജോലി ചെയ്തിട്ട് പിന്മാറിയുന്ന 4 ദിവസം കൊണ്ട് അവർ തീർക്കുന്ന ജോലി 4 × 5 അതായത് 20 ജോലിയാണ്. 20 ജോലി അവർ ഒരുമിച്ച് ചെയ്ത് തീർത്തെങ്കിൽ ബാലൻസ് 10 ജോലിയുണ്ട്. എങ്ങനെ ബാലൻസ് 10 കിട്ടിയെന്ന് ചോദിച്ചാൽ 20ൻ്റെ ബാക്കിയാണ് 10 അല്ലേ? ബാലൻസ് ഉള്ള ഈ 10 ജോലി ചെയ്ത് തീർക്കേണ്ട ആൾ രമ്യ, കാരണം ദേവിക പിന്മാറി. രമ്യയുടെ എഫിഷ്യൻസി 2. അതിൻ്റെ അർത്ഥം രമ്യ ഒരു ദിവസം 2 ജോലി ചെയ്യുന്നയാളാണ്. അപ്പോൾ ബാലൻസ് ഉള്ള 10 ജോലി തീർക്കാൻ വേണ്ട സമയം 10/2 അതായത് 5 ദിവസം എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം മക്കളെ. എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി തനിച്ച് അതേ ജോലി 10 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എയ്ക്ക് തനിച്ച് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. ഇത് ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെ എഫിഷ്യൻസി മെത്തേഡിലും ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ചാൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എയും ബിയും ചേർന്ന് ഒരു ജോലി x ദിവസം കൊണ്ട് തീർക്കും അല്ലേ? ഇനി
ഒരാൾ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ, ഇവിടെ ബി ആണ്, ബി അത് y ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ഇവിടെ എ ആണ്, ആ ജോലി തീർക്കാൻ വേണ്ട സമയം x/y ഡിവൈഡഡ് ബൈ y മൈനസ് എക്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ചേർന്ന് എക്സ് ഡേയ്സ്, ഇനി ഒരാൾ തന്നെ y ഡേയ്സ്, മറ്റേ ആൾക്ക് തന്നെ ജോലി തീർക്കാൻ വേണ്ട സമയം x/y ഡിവൈഡ് ബൈ y മൈനസ് എക്സ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ഉത്തരം കിട്ടും 6×10, ഇതാണ് x/y ഡിവൈഡ് ബൈ y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്, 60/4 എന്ന് പറഞ്ഞാൽ 15 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി ഇതേ ചോദ്യം എഫിഷ്യൻസി മെത്തേഡിലും ചെയ്യാം, നിങ്ങൾക്ക് അറിയായിരിക്കും അത് ചെയ്യാൻ അല്ലേ. എങ്ങനെ എഫിഷ്യൻസി മെത്തേഡിൽ ഇതേ ചോദ്യം ചെയ്യുന്നേ? ഇവിടെ 6ൻ്റെയും 10ൻ്റെയും LCM എടുക്കണം, അത് ആകെ ജോലി, അത് 30 എന്ന് കിട്ടും. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 30/6, അത് 5 എന്ന് കിട്ടും. ബിയുടെ എഫിഷ്യൻസി 30/10, അത് 3 എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. എയുടെ എഫിഷ്യൻസി 2 ആണ്, എയുടെയും ബിയുടെയും കൂടെ 5, ബിയുടെ തന്നെ 3, അപ്പോൾ ബാക്കിയുള്ള 2 ആണ് എയുടെ എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കുന്ന അർത്ഥം. അപ്പോൾ ആകെയുള്ള 30 ജോലി എക്ക് തീർക്കാൻ വേണ്ട സമയം 30/2, ആൻസർ 15 ദിവസം അല്ലേ. സോ ഇതാണ് അതിൻ്റെ എഫിഷ്യൻസി മെത്തേഡ് അല്ലെങ്കിൽ ലോജിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 27ാമത്തെ ചോദ്യം. 40 പേർ ഒരു ദിവസം 6 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും. അതേ ജോലി ഒരു ദിവസം 9 മണിക്കൂർ ചെയ്താൽ 16 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ ഒഴിവാക്കണം? ആദ്യം എത്ര പേര് വേണമെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് എത്ര പേരെ ഒഴിവാക്കണം എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ 40 ആളുകൾ അല്ലേ, 40 ആളുകൾ ഓക്കെ 6 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി എത്ര ആളുകൾ 9 മണിക്കൂർ വീതം ജോലി ചെയ്താലാണ് 16 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എത്ര ആളുകൾ 9 മണിക്കൂർ വീതം ജോലി ചെയ്താലാണ് 16 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ഇങ്ങനെ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സോൾവ് ചെയ്യാൻ മുകളിൽ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുക. 40 × 6 × 12 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുക, ഡിവൈഡ് ബൈ 9 × 16 എന്ന് വരും അല്ലേ. വെട്ടി ചെറുതാക്കി കളയാനാണെങ്കിൽ നമുക്ക് 9ഉം 12ഉം വെട്ടിക്കളയാം 3 വെച്ച്, ഇത് 3 തവണ, ഇത് 4 തവണ, 4ഉം 16ഉം വെട്ടിക്കളയാം 4 തവണ, 4ഉം 40ഉം വെട്ടിക്കളയാം നമുക്ക് 10 തവണ, 3ഉം 6ഉം വെട്ടിക്കളയാൻ നമുക്ക് 2 തവണ, ഈക്വൽ ടു 20 ആളുകൾ എന്ന് കിട്ടും. അപ്പോൾ 20 ആളുകൾക്ക് 9 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 16 ദിവസം കൊണ്ട് അത് തീർക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം 40 പേരിപ്പോൾ ഉണ്ട്, എത്ര പേരെ ഒഴിവാക്കണം എന്നാ? 20 ആളുകൾ മതി അല്ലേ. അപ്പോൾ എത്ര പേരെ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ 20 പേരെ ഒഴിവാക്കണം എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കണ്ടോ, ആദ്യം ഇത് 9 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 16 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണമെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു, 20 പേര് വേണം. ഓൾറെഡി 40 പേരുണ്ട്, എത്ര പേരെ ഒഴിവാക്കണം എന്നാ ചോദ്യം. ആൻസർ 20 പേരെ ഒഴിവാക്കണം എന്ന് മനസ്സിലാക്കാം. ചെയ്തത് വ്യക്തമല്ലേ മക്കളെ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 people can cut 20 trees in 2 days. ഓക്കെ, 5 ആളുകൾക്ക് അല്ലേ 2 ദിവസം കൊണ്ട് ഓക്കെ 20 മരങ്ങൾ മുറിക്കാൻ കഴിയും. 20 മരങ്ങൾ മുറിക്കാൻ കഴിയും എങ്കിൽ 20 ആളുകൾക്ക് ആണോ 3 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം അല്ലേ. ഈ ചോദ്യത്തിൽ ജോലിയുടെ അളവ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട്? ഇത് ആളുകളുടെ എണ്ണം, ഇത് ദിവസങ്ങളുടെ എണ്ണം, ഇത് ജോലിയുടെ അളവ്. ജോലിയുടെ അളവ് മെൻഷൻ ചെയ്യുന്ന ചോദ്യങ്ങളാണെങ്കിൽ ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ മക്കളെ? ആദ്യത്തെ 2 എണ്ണം ചേർത്ത് ഇങ്ങനെ താഴേക്ക് വരയ്ക്കണം, താഴത്തെ 2 എണ്ണം ചേർത്ത് ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ 2 വരകളുണ്ട്, അതിൽ ഒരെണ്ണം കംപ്ലീറ്റും ഒരെണ്ണം ഇൻകംപ്ലീറ്റും ആണ്. കംപ്ലീറ്റ് ആയത് മുകളിൽ ഗുണിക്കണം. നമുക്കറിയാം താഴത്തെ വര ഈ വരയാണ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലേ, എല്ലായിടത്തും സംഖ്യകളുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അത് മുകളിൽ ഗുണിക്കണം. 20 × 3 × 20.
കംപ്ലീറ്റ് അല്ലാത്ത താഴെ ഹരിക്കണം. കംപ്ലീറ്റ് അല്ലാത്ത വരാന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അത് താഴെ ഹരിക്കണം. 5 × 2 അതായത് 10 എന്ന് വരും അല്ലേ. സോ ഈ 10ഉം ഈ ഒരു 0 കൂടെ വെട്ടിക്കളയാം. നമുക്ക് എത്ര കിട്ടും മക്കളെ? 60 × 2 120 എന്ന് കിട്ടും. 120 മരങ്ങൾ മുറിക്കാൻ കഴിയും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ജോലിയുടെ അളവ് വരുന്ന ചോദ്യങ്ങളിൽ നേരെ കിടക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വരച്ചിട്ട് 2 ലൈൻ കാണും, അതിൽ ഒരെണ്ണം കംപ്ലീറ്റ് ഒരെണ്ണം ഇൻകംപ്ലീറ്റും ആയിരിക്കും. കംപ്ലീറ്റ് ആയത് മുകളിലും കംപ്ലീറ്റ് അല്ലാത്ത താഴെ ഹരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആണ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. അപ്പം എത്ര പേരെയാണ് നിയമിക്കുന്നത്? 210 പേരെ 60 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം, അപ്പോൾ ഇവർ 12 ദിവസം ജോലി ചെയ്തു, 70 പേരെ കൂടെ ചേർത്തു എങ്കിൽ ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നതാണ് ചോദ്യം. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? മക്കളെ, അപ്പം 210 പേരെ നിയമിച്ചത് 60 ദിവസം കൊണ്ട് തീർക്കാനല്ലായിരുന്നോ? ആയിരുന്നു. ഈ 210 പേര് 12 ദിവസം ജോലി ചെയ്തല്ലോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇനി 210 ആളുകൾക്ക് 48 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? 210 പേർക്ക് 60 ദിവസം കൊണ്ട് തീർക്കണം. 12 ദിവസം അവർ ജോലി ചെയ്തു. അപ്പോൾ അവർക്ക് 48 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. അപ്പം 210 ആളുകൾക്ക് 48 ദിവസത്തേക്കുള്ള ജോലി ബാക്കിയുണ്ട്. പക്ഷേ അത് ചെയ്യാൻ 210 പേരല്ല ഉള്ളത്, ഒരു 70 പേരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചെയ്യാൻ 280 പേരുണ്ട്. ആണോ? 280 ആളുകൾ അത് എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കിയ ഉത്തരവായി. 210 ആളുകൾ 48 ദിവസം കൊണ്ട് തീർക്കുന്നത്, 280 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? കണ്ടോ? അത് സോൾവ് ചെയ്യാൻ 210 × 48 ഡിവൈഡഡ് ബൈ 280 ചെയ്യണം. വെട്ടിച്ചെറുതാക്കാം. ഈ 0 കളയാം. 28ഉം 21ഉം 7 വെച്ച് വെട്ടിക്കളയാം. 4 തവണ 3 തവണ ഈ 4ഉം ഇതും വെട്ടിക്കളയാം. 12 എന്ന് കിട്ടും. ആണോ? ആൻസർ 36 എന്ന് കിട്ടും. 36 ദിവസം എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ 70 പേര് വന്നില്ലായിരുന്നെങ്കിൽ 48 ദിവസം എടുത്തേനെ. 70 പേരും കൂടെ എക്സ്ട്രാ വന്നത് കൊണ്ട് ഇത് 36 ദിവസം കൊണ്ട് പൂർത്തിയാകും, അല്ലെ പൂർത്തിയാക്കി. ചെയ്തത് പക്കയാണോ മക്കളെ? ആണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അതായത് ഒന്നുമില്ല, അതായത് 210 പേർക്ക് 60 ദിവസത്തേക്ക് ചെയ്യാൻ ഒരു ജോലിയുണ്ട്. അവർ 12 ദിവസം ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി 210 പേർക്ക് ഇനി 48 ദിവസം ചെയ്യാനുള്ള ജോലിയുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ 70 പേരും കൂടെ വന്നു. അപ്പോൾ ഈ 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള ജോലി ചെയ്യാൻ ഇപ്പം 280 പേരുണ്ട്. കാരണം 70 പേരും കൂടെ എക്സ്ട്രാ വന്നു. അപ്പോൾ 210 പേര് 48 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 280 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് നോക്കിയ ഉത്തരവായി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, നേരെയാണ് ചെയ്യേണ്ടത്. കണ്ടോ? N1 D1 = N2 D2 കൺസെപ്റ്റ് വരുന്ന ഇങ്ങനെ വന്നാൽ നേരെ ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മളുടെ ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ നേരെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ ആണോ? 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ 15 ആളുകൾക്ക് 48 മണിക്കൂർ കൊണ്ട് ഒരു മതിൽ പണിയാൻ കഴിയും എങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കാൻ എത്ര തൊഴിലാളികൾ വേണം? 30 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ എത്ര തൊഴിലാളികൾ വേണം എന്നാണ് ചോദ്യം, അല്ലേ? N1 D1 = N2 D2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലരും പഠിച്ചിട്ട് കാണും. ഇക്വേഷൻ ഉപയോഗിക്കാതെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എടുത്തെഴുതുക, കിടക്കുന്ന ഓർഡറിൽ ഗുണിക്കുക. 15 × 48 അതിനുണ്ട് നേരെ കിടക്കുന്നു. സോ നേരെ ഗുണിച്ചു. ഡിവൈഡഡ് ബൈ 30 താഴെ കിടക്കുന്നു. സോ ഹരിച്ചു. ഇവനെയും തട്ടിക്കളയാം 2 തവണ. 48/2 24 നമ്മുടെ ആൻസർ മക്കളെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, എയും ബിയും ചേർന്ന്, ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ചേർന്ന്
ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. 12 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. ബിയും സിയും ചേർന്ന് മക്കളെ അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ചോദ്യം, ബിക്ക് ഒറ്റയ്ക്ക് ഈ ജോലി തീർക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. എയും ബിയും സിയും തന്നിട്ട് എയും ബിയും സിയും ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് എപ്പോഴും, അല്ലെ? ഒത്തിരി കാണാറുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര സമയം വേണം എന്നുള്ളതാണ്. ആ വ്യത്യാസം മനസ്സിലാവണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ എല്ലാ LCM കണ്ടാലോ? ഈ മൂന്നിൻ്റെയും കൂടെ LCM അല്ലേ ആകെ ജോലി എന്ന് പറയുന്നത്? ആണോ മക്കളെ? എത്രയാ അത്? 24 അല്ലേ? അപ്പം ആകെ അവിടെ 24 ജോലിയുണ്ട്. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 24/12 2, എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 24/8 3, ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 24/6 4 എന്ന് കിട്ടും, അല്ലേ? ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ ഒരു മാർഗം നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ എയുടെയും ബിയുടെയും എഫിഷ്യൻസി അറിയാം, ബിയുടെയും സിയുടെയും അറിയാം, എയുടെയും സിയുടെയും അറിയാം. ഇതിൽ നിന്ന് 3 പേരുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണാൻ എപ്പോഴും ഓർത്ത് വെച്ചോളുക മക്കളെ. ഇവരുടെ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുത്താൽ മതി എന്ന് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം കൂട്ടുമ്പം 9 വരും. 9/2 അതായത് 4.5 മക്കളെ ഇവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന. അതിന് ബിയുടെ എഫിഷ്യൻസി നമുക്കറിയണം. ആണോ? ബിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ് കാണുന്നത്? ബിയുടെ എഫിഷ്യൻസി കാണാനേ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറച്ചാൽ പോരെ മക്കളെ? ബാക്കിയുള്ളതല്ലേ ബിയുടെ എഫിഷ്യൻസി. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി എത്രയാ? 4.5 ആണോ? അതിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറയ്ക്കണം. എയുടെയും സിയുടെ എഫിഷ്യൻസി എത്രയാ? 3 കണ്ടോ? അപ്പം ബിയുടെ എഫിഷ്യൻസി 1.5 കിട്ടും. ബിയുടെ എഫിഷ്യൻസി 1.5 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബി ഒരു ദിവസം കൊണ്ട് 1.5 ജോലി തീർക്കുന്ന ആളാണെന്നല്ലേ. അപ്പം ആകെയുള്ള 24 ജോലി ബിക്ക് തന്നെ തീർക്കാൻ 24/1.5 എന്ന് എഴുതിയാലേ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1.5നെ ഞാൻ 3/2 എന്നങ്ങ് എഴുതി. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട് സോൾവ് ചെയ്യാൻ. 24 × 3/2 തിരിഞ്ഞു വരും, 2/3 എന്നാകും, അല്ലേ? ഇതും വെട്ടിപ്പോകും. 8 × 2 നമ്മുടെ ആൻസർ 16 എന്നാണ് മക്കളെ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. എയും ബിയും 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. എയും സിയും 8 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ബിയും സിയും 6 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ഇതിൻ്റെ എല്ലാ LCM എടുത്ത് 24, അതാകെ ജോലി. ഇവരുടെയൊക്കെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം കാണാതെ. ഇതിൽ നിന്നും എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കിട്ടാൻ എപ്പോഴും ഓർക്കുക, ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് പഠിച്ചു വെക്കുക. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി കിട്ടാൻ ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുക്കുക. സോ 9/2 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 4.5. എനിക്ക് ബി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്നറിയാൻ ബിയുടെ എഫിഷ്യൻസി കിട്ടണം. ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസി ആയ 4.5 എയുടെയും സിയുടെ എഫിഷ്യൻസി ആയ 3 കുറച്ചു. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 1.5 കിട്ടി. ഒരു ദിവസം 1.5 ജോലി തീർക്കുന്നയാളാ ബി. ബിക്ക് 24 ജോലി തീർക്കാൻ വേണ്ട സമയം 24/1.5, ആൻസർ 16 എന്ന് കിട്ടും. ഓക്കെ ആണോ? ശരി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4 പുരുഷന്മാരും പ്ലസ് 8 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുവാണ് 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് ഇതേ ജോലി 12 ദിവസം കൊണ്ട് തീർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 8 പുരുഷന്മാർക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് ആൻഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? 2 വലിയ ഇക്വേഷൻസ് തരും. ഇത് ഒന്നാമത്തെ, അല്ലെങ്കിൽ 2 വലിയ റിലേഷൻസ് തരും. ഇത് ഒന്നാമത്തെ റിലേഷൻ, ഇത് രണ്ടാമത്തെ റിലേഷൻ. 2 വലിയ റിലേഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും, അല്ലേ, മൂന്നാമതൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ. ഇവിടെ 2 വലിയ റിലേഷൻ തന്നിട്ട് 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ എന്ന റിലേഷൻ കണ്ടുപിടിക്കണം.
അത് ഞാൻ സാധാരണ ക്ലാസ്സിൽ പഠിപ്പിക്കാറ് ഇങ്ങനെ കുട്ടികളോട് പറയും, ഇത്തരം ചോദ്യങ്ങളിൽ ആൻഡ് കൺസെപ്റ്റിൽ ഒരു പുരുഷൻ തുല്യം എത്ര സ്ത്രീ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആദ്യം ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി മക്കളെ? 40 മൈനസ് ചിഹ്നം വരണം. പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി? 36 ഈസ് ഈക്വൽ ടു. ഇനി അടുത്തത് ഇത് തമ്മിൽ ഗുണിക്കണം. 80W അല്ലേ? മൈനസ് പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം. 84W. അതിൽ നിന്ന് 4M ഈസ് ഈക്വൽ ടു 4W എന്ന് കിട്ടും. അതിൽ നിന്ന് 1M ഈസ് ഈക്വൽ ടു 1W എന്ന് കിട്ടും. ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷൻ കിട്ടും. ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷനിലേക്ക് എത്തും. അപ്പോൾ ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ ചെയ്ത ടെക്നിക്ക് കാണാതെ പഠിച്ചു വെക്കുക. വേഗം നിങ്ങൾക്ക് ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ, ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ആദ്യം ഇത് കണ്ടുപിടിക്കണം. ഇനി ഈ കണക്ക് പല രീതിയിൽ മുന്നോട്ട് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ റിലേഷൻ മുന്നോട്ട് എടുക്കുവാണേ 4M + 8W എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം? 10 ദിവസം അല്ലേ? ഞാൻ ഇതിനെ മുഴുവൻ പുരുഷനിലേക്ക് മാറ്റാൻ പോവുക. അപ്പോൾ ഇത് ഓൾറെഡി 4 പുരുഷനാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. 8 സ്ത്രീക്ക് പകരം 8 പുരുഷനെ വെക്കാം. കാരണം ഒരു സ്ത്രീക്ക് തുല്യം ഒരു പുരുഷനാണ്. അപ്പോൾ ഇതാകെ 12 പുരുഷന്മാർക്ക് തുല്യമല്ലേ മക്കളെ? ആണ്. 12 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് നമുക്കറിയാം. എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 10. 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നത് കണ്ടുപിടിക്കാം. 12 പുരുഷന്മാർക്ക് 10 ദിവസമാണ്. 8 പുരുഷന്മാർക്ക് എത്ര ദിവസം? 12 × 10 ഡിവൈഡഡ് ബൈ 8 120/8. ആൻസർ 15 ദിവസം. ഞാൻ ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ? ഇനി ഇവരുടെ എഫിഷ്യൻസി 1:1 എന്ന് പറഞ്ഞ് എടുത്ത് ചെയ്യാം. അത് വേറെ മെത്തേഡുകളാണ്. ഇവിടെ ഇത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇവിടം വരെ വന്നത് മനസ്സിലായോ? ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷൻ കിട്ടി. അത് കിട്ടാനുള്ള ടെക്നിക്ക് എപ്പോഴും ഇങ്ങനെയാണെന്ന് കാണാതെ പഠിക്കുക. ആദ്യം ഇതും ഗുണിക്കുക, മൈനസ് ഇതും ഗുണിക്കുക, ഈക്വൽ ടു ഇതും ഗുണിക്കുക, മൈനസ് ഇതും ഗുണിക്കുക. അപ്പോൾ വേഗം ആ റിലേഷനിലേക്ക് എത്താം. അപ്പോൾ എനിക്ക് ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ, അതായത് പുരുഷൻ്റെ അതേ എഫിഷ്യൻ്റാണ് സ്ത്രീയും. രണ്ടുപേരുടെ എഫിഷ്യൻസി 1:1 എന്ന് മനസ്സിലാക്കാം. ഇനി 8 പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. ഞാൻ ഈ ഒന്നാമത്തെ റിലേഷനെ ഇങ്ങോട്ട് എടുത്തെഴുതി. അതാണ് ഈ കണ്ടേക്കുന്നത്. ഇതിനെ മുഴുവനായിട്ട് പുരുഷനിലേക്ക് മാറ്റാൻ പോവുക. കാരണം 8 പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് അറിയണമെങ്കിൽ പുരുഷനിൽ ഒരു റിലേഷൻ വേണം. എന്നാലേ അത് വെച്ച് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പുരുഷനിലേക്ക് മാറ്റുവാണെങ്കിൽ 4 പുരുഷന് തുല്യം 4 പുരുഷൻ തന്നെ. 8 സ്ത്രീക്ക് തുല്യം 8 പുരുഷനാണ്. കാരണം ഒരു സ്ത്രീക്ക് തുല്യം ഒരു പുരുഷനാണ് ആണ്. അപ്പോൾ ഇതാകെ 12 പുരുഷന്മാർ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. 12 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് മനസ്സിലായി. 12 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് കണ്ടുപിടിക്കാം. സോ ആൻസർ 15 ദിവസം ഉത്തരം കിട്ടും. ഓക്കെ ആണോ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസത്തിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയും? വുമൺ CPOയുടെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Aക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും മക്കളെ? 20 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. Bക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും? 30 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ Bക്ക് പറ്റും. Cക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും? 60 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. അപ്പോൾ ആകെ ജോലി കണ്ടുപിടിക്കാമല്ലോ. ഈ 3ൻ്റെ LCM എത്രയാ? 60. അതാണ് ആകെ ജോലി. എഫിഷ്യൻസി 60/20 3, 60/30 2, 60/60 1 അല്ലേ? ശരി, ഇത്ര അറിയാം. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി പറ. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്രയാ? അത് 6 ആണ്. ആണോ? ആണ്. ഇനി 1-ാം ദിവസം ആരാ ജോലി ചെയ്യുന്നത്? 1-ാം ദിവസം ജോലി ചെയ്യുന്നയാൾ എ ആണ്. ആണോ? കാരണം എല്ലാ 3-ാം ദിവസവും ബിയും സിയും സഹായിക്കും. അപ്പോൾ 1-ാം ദിവസം എ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് എ എത്ര ജോലി തീർക്കും? 3 ജോലി തീർക്കും. കാരണം എയുടെ എഫിഷ്യൻസി 3 ആണ്. 2-ാം ദിവസം ജോലി ചെയ്യുന്നയാളാരാ? 2-ാം ദിവസം ജോലി ചെയ്യുന്നതും എ തന്നെയാണ് അല്ലേ? അപ്പോൾ 2-ാം ദിവസം കൊണ്ടും എ 3 ജോലി തീർക്കും. എന്നാൽ 3-ാം ദിവസം ജോലി ചെയ്യുന്ന ആരാ? 3-ാം ദിവസം ജോലി ചെയ്യുന്നത് എ ജോലി ചെയ്യും, ബിയും സിയും സഹായിക്കും. അപ്പോൾ എയും ബിയും സിയും ചേർന്ന 3-ാം ദിവസം ജോലി ചെയ്യുന്നത് അന്ന് 6 ജോലി തീരും. കാരണം 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 6 ആണ്. വീണ്ടും 4-ാം ദിവസം ജോലി ചെയ്യുന്നത് എ തന്നെയാണ് അല്ലേ?
ആ 4-ാം ദിവസം കൊണ്ട് 3 ജോലി തീരും. 5-ാം ദിവസം ജോലി ചെയ്യുന്നതും എ തന്നെയാണ്, അന്നുകൊണ്ട് വീണ്ടും 3 ജോലി തീരും. 6-ാം ദിവസം ജോലി ചെയ്യുന്നത് എയും ബിയും സിയും ചേർന്നാണ് അല്ലേ, അന്ന് വീണ്ടും 6 ജോലി തീരും. ആണോ? അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓരോ 3 ദിവസം കൂടുന്തോറും 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും അല്ലേ. ഓരോ 3 ദിവസം കൂടുന്തോറും 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 ദിവസത്തിൻ്റെ ഇൻ്റർവെൽസിൽ 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും. ആകെ എത്ര ജോലി തീരാനുണ്ട്? 60 ജോലി. എങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 3 ദിവസം കൊണ്ട് 12 ജോലി തീരുമെങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ 3 ദിവസം കൊണ്ട് 12 ജോലി തീരുമെങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാൻ ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി അതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈ 12 60 ആകാൻ ഇൻറ്റു 5 ചെയ്യണം അല്ലേ. അതേ 5 ഇവിടെ ചെയ്താൽ മതി. സോ 3 ഇൻറ്റു 5 15 ദിവസം എന്ന് കിട്ടും. ആൻസർ 15 ദിവസം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്ത ടെക്നിക്ക് 3 ദിവസം കൊണ്ട് 12 ജോലി അല്ലേ. 60 ജോലി തീരെ എത്ര ദിവസം എന്നറിയണം. 12 ഇൻറ്റു 5 അല്ലേ 60. അപ്പം 3 ഇൻറ്റു 5 ചെയ്താൽ മതി. ആൻസർ 15 ദിവസം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 15 ദിവസം എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ശരി. അപ്പം അടുത്ത ചോദ്യം ചെയ്യാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലുവിന് തന്നെ 10 ദിവസം വേണം. ആണോ? രാമുവിന് തന്നെ 15 ദിവസം വേണം. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നാണ് ചോദ്യം. സോ ബാലുവും രാമുവും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം നമ്മളിത് പലപ്പോഴായിട്ട് ചെയ്തു അല്ലേ. 10 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 10 + 15 25, 150 ബൈ 25 നമുക്ക് 6 ദിവസം എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ഒരാൾക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം അല്ലേ. 6 ആളുകൾക്ക് 10 ദിവസമാണെങ്കിൽ ഒരാൾക്ക് എത്ര ദിവസം? 6 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1. ആൻസർ 60 ദിവസം വേണം. എത്ര ദിവസം വേണം? 60 ദിവസം. 6 ആളുകൾക്ക് 10 ദിവസം വേണമെങ്കിൽ ഒരാൾക്ക് 60 ദിവസം വേണം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. N1 D1 = N2 D2. 6 ആളുകൾക്ക് 10 ദിവസം, ഒരാൾക്ക് എത്ര ദിവസം? 6 ഇൻറ്റു 10 ബൈ 1 കിട്ടാം. അടുത്ത ചോദ്യം, 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. 4 സ്ത്രീകൾ ഈ ജോലി 6 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. എങ്കിൽ 5 പുരുഷനും 4 സ്ത്രീകളും ഒരുമിച്ച് ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്നതാണ് ക്വസ്റ്റ്യൻ. ശരി. 5 പുരുഷന് 3 ദിവസം, 4 സ്ത്രീക്ക് 6 ദിവസം. 5 പുരുഷനും 4 സ്ത്രീകളും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? പല രീതിയിൽ ചെയ്യാം. അതിലൊരു മെത്തേഡ് ഇതിൻ്റെ LCM കാണുക. LCM കാണുമ്പം LCM 6 എന്ന് കിട്ടും. അപ്പോൾ ആകെ ജോലി 6 ആണേ. 5 പുരുഷൻ്റെ എഫിഷ്യൻസി 6/3, അതായത് 2. 4 സ്ത്രീയുടെ എഫിഷ്യൻസി 6/6, അതായത് 1. അപ്പം 5 പുരുഷൻ്റെയും 4 സ്ത്രീയുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് 2 1 3 കിട്ടും അല്ലേ. ഇവരുടെ എല്ലാം കൂടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ഇവരെല്ലാം ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ആളാണെന്നല്ലേ അർത്ഥം. 6 ജോലി തീർക്കാൻ ഇവർക്ക് വേണ്ട സമയം 6/3, 2 ദിവസം. സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്യാം. ഇതല്ലാതെ പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. 5 പുരുഷന് 3 ദിവസം വേണം, 4 സ്ത്രീക്ക് 6 ദിവസം വേണം. ആകെ ജോലി 6 ആണ്. ശരി. ഇനി 5 പുരുഷൻ്റെ എഫിഷ്യൻസി 6/3 2, 4 സ്ത്രീയുടെ എഫിഷ്യൻസി 6/6 1. അപ്പോൾ 5 പുരുഷൻ്റെയും 4 സ്ത്രീയുടെയും കൂടെ എഫിഷ്യൻസി 2 1 3. അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ചേർന്ന് ഒരു ദിവസം കൊണ്ട് 3 ജോലി തീരും. 6 ജോലി തീർക്കാൻ ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി വരുന്ന സമയം 6/3, 2 ദിവസം. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ എയും ബിയും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. എ ഒറ്റയ്ക്ക് 20 ദിവസം എടുത്താണ് ആ ജോലി പൂർത്തിയാക്കുന്നത്.
എ ഒറ്റയ്ക്ക് 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. എങ്കിൽ ബി മാത്രമായി ജോലി തീർക്കാൻ എത്ര സമയം വേണം? ബിക്ക് തന്നെ ആ ജോലി തീർക്കാൻ എത്ര ദിവസം? എക്കും ബിക്കും കൂടെ മക്കളെ 12 ദിവസം, എക്ക് തന്നെ 20 ദിവസം, ബിക്ക് തന്നെ എത്ര ദിവസം? ഇങ്ങനെ വന്നാൽ ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. ഓർക്കുന്നുണ്ടോ? എയും ബിയും ചേർന്ന് എക്സ് ഡേയ്സ്, എ ഒറ്റയ്ക്ക് വൈ ഡേയ്സ് എങ്കിൽ ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ്. അപ്പോൾ 12 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. 4 വെച്ച് വെട്ടിക്കളയുമ്പോൾ 2 തവണ, ഇത് 3 തവണ, ഈ 2ഉം 20ഉം വെട്ടിക്കളയാൻ 10, ആൻസർ 30 എന്ന് കിട്ടും. ആൻസർ 30. ആൻസർ ഓപ്ഷൻ സി ആണ് 30. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം, ജോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 8 hours. അപ്പം ജോണിന് ജോലി കംപ്ലീറ്റ് ആക്കാൻ 8 hours വേണം. സാറ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ജോബ് ഇൻ 12 hours. സാറയ്ക്ക് 12 hours വേണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 8 അല്ല കേട്ടോ മക്കളെ, ഇത് 4 ആണേ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 4 ആണേ. ഓക്കെ, അതൊന്ന് തിരുത്തിയേക്കുക. 4ഉം 12ഉം ആണ് കേട്ടോ. അപ്പോൾ ഇത് 4 ആണ്, മറക്കണ്ട. മറ്റേത് 12 ആണ്. എങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ദം ടു കംപ്ലീറ്റ് ദ ജോബ് ടുഗദർ? ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം അല്ലേ? അപ്പം ഒരാൾ ജോണിന് 4 മണിക്കൂർ വേണം, സാറയ്ക്ക് 12 മണിക്കൂർ വേണം. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം ജോൺ പ്ലസ് സാറ, ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ശരിയാണോ? ഓക്കെ. അപ്പം 4 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 12 16. ഇതും വെട്ടിപ്പോവും. 4, 12/4 3 മണിക്കൂർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ആ ചോദ്യത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, മറക്കണ്ട. ജോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 8 hours എന്നല്ല, 4 hours എന്നാണ്. സാറ ഇൻ 12 hours എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു 12 ബൈ 4 പ്ലസ് 12 എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഒരുമിച്ച് ജോലി തീർക്കാനും വേണ്ട സമയം. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പം 4 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 4 പ്ലസ് 12 16, 12/4 3 മണിക്കൂർ എന്ന് ആൻസർ കിട്ടും. ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കും. പിക്ക് ജോലി തീർക്കാൻ 6 ദിവസം വേണം. ഓക്കെ ആണോ? അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? സോ പിയും ക്യൂവും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം 6 ഇൻറ്റു 18 എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. 6 + 18 24. ശരിയല്ലേ മക്കളെ? വെട്ടിക്കളയാം. 6, 4, 24. 4 തവണ 18/4 9/2 ആണ്. 4.5 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് പക്കയല്ലേ മക്കളെ? മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം, സന്ധ്യ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 20 ദിവസം കൊണ്ട് തീർക്കും. ആണോ? ഗോപു അത് ചെയ്യാൻ 60 ദിവസം എടുക്കും അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം ആണോ? സന്ധ്യയും ഗോപുവും കൂടെ ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. ശരിയാണോ മക്കളെ? 20 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 20 + 60 80 എന്ന് കിട്ടും അല്ലേ? ഇതും വെട്ടിപ്പോയി. 4, 60/4 ആൻസർ 15 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. സംശയമൊന്നുമില്ലല്ലോ? സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലിയേക്കാൾ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചേർന്ന് പൂർത്തിയാക്കും. ഓക്കെ, ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചേർന്ന് പൂർത്തിയാക്കും. എങ്കിൽ ഒരു പുരുഷൻ്റെയും ഒരു കുട്ടിയുടെയും ജോലി ചെയ്യാനുള്ള കഴിവിൻ്റെ അനുപാതം എത്ര? അംശബന്ധം എത്ര? മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോ. അതായത്
ഈ ഒരു കുട്ടിയും ഒരു പുരുഷനും ചേർന്ന് ചെയ്യുന്ന ജോലിയുടെ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചെയ്യുന്നല്ലേ? അതിൻ്റെ അർത്ഥം ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 ആണെന്നല്ലേ? അല്ലേ? അതായത് ഒരു പുരുഷൻ്റെ ഒരു കുട്ടിയുടെ എഫിഷ്യൻസിയുടെ 4 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട് 5 പുരുഷനും 2 കുട്ടികൾക്കും എന്നല്ലേ അർത്ഥം? അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 എന്ന് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ എഴുതാൻ പേരെ ഒരു പുരുഷൻ പ്ലസ് ഒരു കുട്ടി അല്ലേ, ഡിവൈഡഡ് ബൈ ആണോ 5 പുരുഷൻ പ്ലസ് 2 കുട്ടി ആണോ, ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1:4, അതായത് 1/4 അല്ലേ മക്കളെ? ആണ്. എങ്കിൽ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1m 4m + 4c ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം 5m + 2c ആണോ? ഓക്കെ, എം എല്ലാം ഒരുമിച്ച് സി എല്ലാം ഒരുമിച്ച്. അപ്പം ഈ 4m ഇങ്ങോട്ട് വരുമ്പം 5m - 4m 1m എന്ന് വരും. ഈ 2c ഇങ്ങോട്ട് വരുമ്പോൾ 4c - 2c അത് 2c എന്ന് വരും ആണോ? സോ 2c = 1m എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുരുഷൻ്റെയും കുട്ടിയുടെയും റേഷ്യോയാണ്. അപ്പം m:c ആണ് കണ്ടുപിടിക്കേണ്ടത് ആണോ? എം കാണാൻ സോ 2c = 1m ആണെങ്കിൽ എമ്മിൻ്റെ റേഷ്യോ 2ഉം കുട്ടിയുടെ റേഷ്യോ 1ഉമാണ്. കാരണം ഒരു പുരുഷന് തുല്യം 2 കുട്ടി എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ പുരുഷനല്ലേ എഫിഷ്യൻ്റ്, പുരുഷൻ്റെ എഫിഷ്യൻസി 2ഉം കുട്ടിയുടെ എഫിഷ്യൻസി 1ഉമാണ്. സോ 2:1 എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മക്കളെ നമുക്കിവിടെ കിട്ടിയ റിലേഷൻ എന്താ? 1m = 2c. ഒരു പുരുഷന് തുല്യം 2 കുട്ടികളെന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 2 കുട്ടികൾ വേണം. അപ്പം പുരുഷൻ്റെ എഫിഷ്യൻസി അല്ലേ 2, കുട്ടിയുടെ എഫിഷ്യൻസി അല്ലേ 1, പുരുഷനല്ലേ ഇരട്ടി എഫിഷ്യൻറ്റ്. അപ്പോൾ പുരുഷൻ്റെയും കുട്ടിയുടെ എഫിഷ്യൻസി 2:1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഇവർ പറഞ്ഞേക്കുവാണ് ഒരു പുരുഷനും ഒരു കുട്ടിയും അല്ലേ ചെയ്യുന്ന ജോലിയുടെ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും കൂടെ ചെയ്യും. അപ്പം ഒരു പുരുഷൻ്റെ ഒരു കുട്ടിയുടെ എഫിഷ്യൻസിയുടെ 4 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട് 5 പുരുഷനും 2 കുട്ടിക്കും അല്ലേ? അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 അതായത് 1/4 ആണല്ലോ. അപ്പം ഒരു പുരുഷൻ പ്ലസ് ഒരു കുട്ടിയുടെ എഫിഷ്യൻസി ബൈ 5 പുരുഷൻ പ്ലസ് 2 കുട്ടിയുടെ എഫിഷ്യൻസി = 1/4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 2c = 1m എന്ന് കിട്ടും. ഒരു പുരുഷന് തുല്യം 2 കുട്ടിയെന്ന് കിട്ടും. അപ്പോൾ പുരുഷൻ്റെ എഫിഷ്യൻസി 2ഉം കുട്ടിയുടെ എഫിഷ്യൻസി 1ഉമാണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. എ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 days. എയ്ക്ക് ഒരു ടാസ്ക് 10 days കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ. ബി ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 50 days. ബിക്ക് 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അവർ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം x × y ഡിവൈഡഡ് ബൈ x + y ഡേയ്സ് അല്ലേ? 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 25, 150/25, ആൻസർ 6 days എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ. ഇതാണ്, അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ അരുണിന് എത്ര ദിവസം വേണം ജോലി ചെയ്യാൻ? 80 ദിവസം. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. 10 ദിവസം ജോലി ചെയ്യുന്നു. ഓക്കെ. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എങ്കിൽ അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാകും? ഇതാണ് ക്വസ്റ്റ്യൻ. അരുണിന് തന്നെ എത്ര ദിവസം വേണം മക്കളെ? 80 ദിവസം വേണം. അരുൺ 10 ദിവസം ജോലി ചെയ്താൽ അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ജോലി ചെയ്യാനല്ലേ അനിലിനെ വിളിച്ചത്. അനിൽ അത് 42 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി അരുൺ എന്നയാൾ 70 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി അനിൽ എന്നയാൾ 42 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ റേഷ്യോ നമ്മൾ ഇതിനെ 7 വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 10:6 എന്നും ഒന്നും കൂടെ വെട്ടുമ്പോൾ 2 വെച്ച് 5:3 എന്നും കിട്ടും. ഇത് ജോലി തീർക്കാൻ വേണ്ട ടൈമിൻ്റെ റേഷ്യോയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡിൻ്റെ അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 കാരണം ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. ടൈമിൻ്റെ റേഷ്യോ 5:3 ആണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. ടൈം 5:3, അപ്പോൾ സ്പീഡ് 3:5 ആണ്. ഓക്കെ ആണോ? ഇത്രയും സ്പീഡ് തന്നെയാണ് എഫിഷ്യൻസി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇത്രയും കാര്യം. അതായത്
അരുണിന് ആക്ച്വലി 80 ദിവസം വേണം ജോലി തീർക്കാൻ. അരുൺ 10 ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പം പിന്നെ അനിലിനെ വിളിച്ച് ബാക്കിയുള്ള ജോലി തീർക്കാൻ. അനിൽ അത് 42 ദിവസം കൊണ്ട് തീർത്തു. അപ്പം അരുൺ 10 ദിവസം ജോലി ഇട്ട് പോയി. അരുണിന് ആകെ 80 ദിവസം വേണം. 10 ദിവസം ജോലി ഇട്ട് പോയാൽ അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലിയാണ് അനിൽ വന്ന് 42 ദിവസം കൊണ്ട് തീർത്തത്. അതുകൊണ്ട് അരുൺ 70 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി അനിൽ 42 ദിവസം കൊണ്ട് തീർക്കുന്നു കിട്ടി. അപ്പോൾ ഇവരുടെ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ റേഷ്യോ 10:6, ഒന്നുകൂടെ ചെറുതാക്കും 5:3. ഇതാണ് ജോലി തീർക്കാൻ എടുക്കുന്ന ടൈമുകളുടെ റേഷ്യോ. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. ഇത്ര ഓക്കെ അല്ലേ? ആണ്. ഇനി ഇത്രേ ഉള്ളൂ പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ. ഇനി 3 എഫിഷ്യൻസിയുള്ള അരുണിന് 80 ദിവസം വേണം ജോലി തീർക്കാൻ. ആണോ? എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന ചോദ്യം. രണ്ടുപേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 8 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. പരിപാടി തീർന്നു. 3 എഫിഷ്യൻസി ഉള്ള അരുണിന് 80 ദിവസം അല്ലേ? എങ്കിൽ 8 എഫിഷ്യൻസി ഉള്ള 2 പേർക്കും കൂടെ എത്ര ദിവസം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടത്, നേരെയാണ്. മറക്കരുത്. 3 × 80/8 ആണ് അല്ലേ? സോ ആൻസർ 30 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. സിമ്പിളായിട്ട് ചെയ്യും. പല മെത്തേഡുകളുണ്ട് കേട്ടോ. എഫിഷ്യൻസി മെത്തേഡൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ്സുകളിൽ, ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചില ബാച്ചുകളിലൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്. ഇനി എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഉള്ളതിലൊരു ബെറ്റർ മെത്തേഡാണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കാറ്. ഒരു കണക്ക് 3, 4, 5 മെത്തേഡുകളിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു ബാച്ചിൻ്റെ രീതി അനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. റേഞ്ചുള്ള കുട്ടികൾ, ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ കൂടുതൽ മെത്തേഡുകൾ നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ജനറലായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇത് മനസ്സിലായോ? 3 എഫിഷ്യൻസി ഉള്ള ആളാണ് അരുൺ. അനിലിൻ്റെ എഫിഷ്യൻസി 5. 3 എഫിഷ്യൻസി ഉള്ള അരുണിന് 80 ദിവസം വേണം ജോലി തീർക്കാൻ. 2 പേരുടെയും കൂടെ എഫിഷ്യൻസി 8. 8 എഫിഷ്യൻസി ഉള്ള അവർക്ക് 2 പേർക്കും കൂടെ എത്ര ദിവസം വേണമെന്ന് അറിയാൻ എഴുതുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ ഉത്തരം കാണാൻ നേരെ ചെയ്യണം. ഇതൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതാണെന്ന് ഞാൻ ഓർക്കണില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുമ്പോൾ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എന്താണ് നേരെ ചെയ്യണം, ക്രോസ് ചെയ്യണം എന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കിക്കോളും കേട്ടോ. സോ ആൻസർ 30 കിട്ടും.